കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വന്നതുപോലെ ദൈവം നിങ്ങളെ മടക്കി അയക്കരുതേ എന്ന പ്രാർത്ഥനയോടെ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ചിലർ എടുക്കുന്നതേ ഉള്ളൂ. Let me repeat one more time. 1 കൊരിന്ത്യർ ലേഖനം 1 Corinthians chapter 12 verses 8 to 11. 1 കൊരിന്ത്യർ 12 8 മുതൽ 11 വരെ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, വേറൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ആ വരങ്ങളുടെ നിരയിൽ 6ാമത്തെ വരത്തിലേക്കാണ് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുന്നത്. പ്രവചനം എന്ന വരം. നാം കേൾക്കുന്ന ഈ ചെറിയ ടീച്ചിങ്ങിൻ്റെ തലക്കെട്ടതാണ് ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി, പ്രവചനം എന്ന വരം. കഴിഞ്ഞ പകൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, 3 തരത്തിലുള്ള വരങ്ങളെയാണ് പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ദ മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ്, ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യത്തെയും വെളിപ്പെടുത്തുന്നതായ സ്തോത്രം വരങ്ങളുടെ ഒരു നിരയാണ് 1 കൊരിന്ത്യർ 12:8 മുതൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി വായിച്ചു കേട്ട ഈ 9 വരങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. വെളിപ്പെടുന്നതായ ദൈവശക്തിയെ, ശബ്ദത്തെ, ദൈവകൃപയെ വെളിപ്പെടുത്തുന്ന മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ്, വെളിപ്പെടുത്തുന്നതായ വരങ്ങൾ. 2ാമത്തെ വരങ്ങൾ മോട്ടിവേഷണൽ വരങ്ങൾ, സഭയെ എന്നും എപ്പോഴും ഉത്തേജിപ്പിക്കുന്നതായ വരങ്ങൾ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ വീട്ടിൽ പോയി വായിക്കുമ്പോൾ റോമാലേഖനം 12-ാം അധ്യായത്തിൽ കിടക്കുന്നതായ മോട്ടിവേഷൻ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. അതോടൊപ്പം തന്നെ സ്തോത്രം ശുശ്രൂഷ വരങ്ങൾ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ശുശ്രൂഷ വരങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതെ, സ്തോത്രം ശുശ്രൂഷ വരങ്ങൾ, മിനിസ്ട്രി ഗിഫ്റ്റ്സ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം, മോട്ടിവേഷണൽ ഗിഫ്റ്റ്സ് റോമാലേഖനം 12-ാം അധ്യായം, മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം. സ്തോത്രം എന്നീ 3 വരങ്ങളെയാണ് ദൈവകൃപയാൽ പുതിയ നിയമസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നൽകിയിരിക്കുന്നത്. ഈ വരങ്ങളൊന്നും നമ്മുടെ വകയല്ല, ഈ വരങ്ങളെല്ലാം കർത്താവിൻ്റെ വകയാണ്. ഈ വരങ്ങൾക്ക് വേണ്ടി ഒന്നും നമ്മൾ വില മുടക്കിയില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ഈ ലോകത്തിലേക്ക് വന്ന് പാപമില്ലാത്തവനായി ജീവിച്ച് പാപികൾക്കായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ 3 അധ്യായങ്ങളാണ് യോഹന്നാൻ സുവിശേഷം 14, 15, 16. അതിൽ ഒരു വാക്യം യേശു ഇവണ്ണം പറയുകയുണ്ടായി, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ച് സത്യത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. ഏതോ പ്രാസംഗികൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, പാസ്റ്റർ പ്രാർത്ഥിച്ചോ എനിക്കറിയത്തില്ല. പകരം യേശു നിങ്ങൾക്ക് വേണ്ടി വിലമുടക്കി, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും പരിശുദ്ധ ആത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ടിരിക്കുന്നത്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ഈ മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സിൽ സ്തോത്രം വെളിപ്പെടുന്നതായ വരങ്ങൾ, കഴിഞ്ഞ പകൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ചു പറയും. 3 തരത്തിലുള്ളതായ വരങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സംസാരിക്കുന്ന വരങ്ങൾ, കാണുന്ന വരങ്ങൾ, അതുപോലെ പ്രവർത്തിക്കുന്നതായ വരങ്ങൾ. പ്രവർത്തിക്കുന്ന വരങ്ങളാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ വരം. ഗിഫ്റ്റ് ഓഫ് വർക്കിംഗ് മിറക്കിൾസ്, വീര്യപ്രവൃത്തികളെ വരം, രോഗശാന്തികളെ വരം. പ്രവർത്തിക്കുന്ന വരങ്ങളാണ് അതേ വീര്യപ്രവൃത്തികൾ, വിശ്വാസം, അതുപോലെ രോഗശാന്തികളെ വരം. കാണുന്ന വരങ്ങൾ the gift of revelation, കാണുന്ന വരങ്ങളാണ് word of wisdom, സ്തോത്രം ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളുടെ വിവേചനം. ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി സഭാ വിശ്വാസികൾ, ദൈവദാസന്മാർ കൈകാര്യം ചെയ്യേണ്ടതായ വരങ്ങളിൽ ഒന്നാണ് അതേ വിവേചനം, ആത്മാക്കളുടെ വിവേചനം. കാരണം സാത്താൻ തന്നെ വിളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ.
അതുകൊണ്ട് വിവേചനം എന്ന വരം വളരെ പ്രധാനമാണ്. ടോക്കിംഗ് ഗിഫ്റ്റ്സിൽ അഥവാ ഗിഫ്റ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ സ്തോത്രം വിനിമയത്തിൻ്റെ വരങ്ങൾ 2 ആരംഭം മുതലേ നാം കേൾക്കുകയായിരുന്നു. ഗിഫ്റ്റ് ഓഫ് ടങ്സ്, അതായത് ഭാഷാവരം, സ്തോത്രം ഭാഷകളെ വ്യാഖ്യാനം, അതുപോലെ പ്രവചനം. ഭാഷാവരം, ഭാഷകളെ വ്യാഖ്യാനം, 2 തരത്തിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിപ്പാൻ കഴിയും. നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ട് ഒരാൾ അന്യഭാഷ പറഞ്ഞ് മറ്റൊരാൾ വ്യാഖ്യാനിക്കുന്നത്? കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. അനേക വർഷങ്ങൾക്ക് മുമ്പ് ബ്രദർ DGS ദിനകരൻ പവർ മിനിസ്ട്രി നടത്തുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1992 ജൂൺ മാസം 2nd വീക്ക് കോയമ്പത്തൂർ കന്യന്യ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് ഓൾമോസ്റ്റ് 930 പേരാണ് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ചിലർ ശ്രീലങ്കയിൽ നിന്ന്, മറ്റു ചിലർ മലേഷ്യയിൽ നിന്ന്, 1-2 പേർ കാനഡയിൽ നിന്ന് ആ മീറ്റിങ്ങിന് വേണ്ടി 930 പേർ സ്തോത്രം ആ മീറ്റിങ്ങിന് കൂടിയിട്ടുണ്ട്. ഈ ഉള്ളവനും ഉണ്ടായിരുന്നു. സ്തോത്രം ആ മീറ്റിങ്ങിന് അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് ദൈവം കഴിഞ്ഞാൽ. 10 ദിവസങ്ങൾ ദൈവദാസൻ കടന്നു വന്ന് 5-fold മിനിസ്ട്രി, കോളിംഗ് ഓഫ് ഗാഡ്, സ്തോത്രം 5 ശുശ്രൂഷകളെ കുറിച്ച്, ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച്, 9 വരങ്ങളെക്കുറിച്ച് സ്തോത്രം താൻ പഠിപ്പിച്ചിരുന്നു. കെന്നത്ത് ഹേഗൻ സീനിയറിൻ്റെ ധാരാളം ബുക്കുകൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. കെന്നത്ത് കോപ്ലൻഡ് ഇന്നും ജീവിച്ചിരിക്കുന്നു. പാസ്റ്റർ ബെന്നിഹൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. ജോൺ ഹേഗി, എത്രയോ ദൈവദാസന്മാർ, ഡേവിഡ് ജെറമിയ. പക്ഷേ ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിൽ I have never ever seen സ്തോത്രം ഡെറി പ്രിൻസ് ആകട്ടെ, AW ടോസർ ആകട്ടെ, ബ്രദർ ദിനകരന് തുല്യനായി ഒരു ദൈവദാസനെ ഞാൻ കണ്ടിട്ടേയില്ല. പല സമയത്ത് നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം, നമ്മിൽ ഒരാളിനെ നമ്മൾ പലപ്പോഴും മാനിക്കാറില്ല. സ്തോത്രമാ ദൈവത്തിൻ്റെ ദാസൻ കടന്നു വന്ന് 2.5 മണിക്കൂർ, 2.25 മണിക്കൂർ, 3 മണിക്കൂർ വരെയാണ് ഓരോ വരത്തെക്കുറിച്ച് ദൈവകൃപയാൽ സ്തോത്രം അദ്ദേഹം പഠിപ്പിച്ചത്. ഇന്ന് ഇന്ത്യയിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഏത് ദൈവത്തിൻ്റെ ദാസന്മാർ നോക്കിയാലും, വളരുന്ന സഭകളാകട്ടെ, നിലനിൽക്കുന്ന ശുശ്രൂഷകളാകട്ടെ, ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിൽ നിൽക്കുന്ന സകല ദൈവദാസന്മാരും സ്തോത്രം അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളുമെന്ന് വേണമെങ്കിൽ പറയാം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അതെ, ഞാൻ പറഞ്ഞു വന്നത് ആ മീറ്റിങ്ങിന് വന്ന് അദ്ദേഹം ഗിഫ്റ്റ് ഓഫ് ഇൻ്റർപ്രട്ടേഷനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്താണ് ഇൻ്റർപ്രറ്റ് ചെയ്ത് പറയുന്നത്, എന്താണ് വ്യാഖ്യാനിച്ച് പറയുന്നത്? ചിലപ്പോൾ സൗഖ്യത്തിൻ്റെ വചനമായിരിക്കാം, അത്ഭുതത്തിൻ്റെ വചനമായിരിക്കാം, വീര്യപ്രവൃത്തിയുടെ വചനമായിരിക്കാം, പ്രവചനമായിരിക്കാം. പ്രവചനം, ആ വചനമായിരിക്കാം വ്യാഖ്യാനിച്ച് പറയുന്നത്. ഒരു വിവേചനത്തിൻ്റെയും വിടുതലിൻ്റെയും വചനമായിരിക്കാം പറയുന്നത്. അല്ലാതെ ചുമ്മാതെയല്ല പറയുന്നത്, ഊഹാപോഹം പറയത്തില്ല. ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന്റെ വചനം ഒരിക്കലും വൃഥാവായി ഇന്ന് രാത്രിയിലും മടങ്ങി വരത്തില്ല. അതയച്ച കാര്യത്തെ നിവർത്തിക്കുക തന്നെ ചെയ്യും. സോ ബ്രദർ DGS ദിനകരൻ സ്തോത്രം അത് പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷിൽ പറയുന്നു. സെൽവരാജ് അങ്കിൾ അത് തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഒരു 1/2 മണിക്കൂർ മുന്നിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അറ്റ്മോസ്ഫിയർ മാറി. പരിശുദ്ധാത്മാവ് ശക്തമായി DGS ദിനകരൻ്റെ മേൽ കടന്നു വന്നു. അത് പെട്ടെന്ന് ശക്തമായി അന്യഭാഷ പറവാൻ തുടങ്ങി. പെട്ടെന്ന് സ്തോത്രം അടുത്ത് നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത സെൽവരാജ് അങ്കിൾ അത് തമിഴിലേക്ക് അല്ല, അത് ഇംഗ്ലീഷിലേക്ക് സ്തോത്രം ഇൻ്റർപ്രറ്റ് ചെയ്തു, അത് വ്യാഖ്യാനിച്ചു. വീണ്ടും ആ ദൂത് കഴിഞ്ഞിട്ട് മടങ്ങി വന്നു. അല്പം കഴിഞ്ഞപ്പോൾ സെൽവരാജങ്ങൾ അന്യഭാഷ പറവാൻ തുടങ്ങി. ബ്രദർ ദിനകരൻ ഇംഗ്ലീഷിൽ അത് സ്തോത്രം ഇന്റർപ്രറ്റ് ചെയ്തു. യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ചോദിക്കും, അങ്കിൾ അല്ലെങ്കിൽ ബ്രദർ എന്താ തോന്നിയത്? ഒരു 747 ജെറ്റിലിരുന്ന് പറന്നു പൊങ്ങുന്നത് പോലെ. Come on, hallelujah. സോ വരങ്ങൾ എന്ന് പറയുന്നത് നിന്ന് പോയതല്ല. വരങ്ങൾ എന്ന് പറയുന്നത് മ്യൂസിയത്തിലല്ല. ദൈവം മോശയോട് പറഞ്ഞു, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. അർത്ഥം ഒരിക്കൽ ഉണ്ടായിരുന്നവനല്ല, നാളെ ഉണ്ടാകാൻ പോകുന്നവനല്ല. പിതാക്കന്മാരുടെ ദൈവം ഇന്ന് സഹോദരനെ നിന്റെ ദൈവമാണ്, സഹോദരിയെ നിന്റെ ദൈവമാണ്. അന്യഭാഷകളുണ്ട്, ഭാഷകളെ വ്യാഖ്യാനമുണ്ട്. ഇന്ന് രാത്രി സ്തോത്രം 9 മണി വരെ നാം ദൈവകൃപയാൽ ഈ 1.25 മണിക്കൂർ കേൾക്കുവാൻ വേണ്ടി പോകുന്നത് സ്തോത്രം പ്രവചനം. പ്രോബബ്ലി വേണ്ട ഒരു 2 സെഷൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധ്യാനിപ്പാനും പഠിക്കാനും പ്രാപിപ്പാനും കൊള്ളാൻ കഴിയും. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഒരു വർഷം എനിക്ക് ഏറ്റവും കുറഞ്ഞത് 1000 പേരെ ഈ പട്ടണത്തിൽ നിന്ന് ട്രെയിൻ ചെയ്ത് എഴുന്നേൽപ്പിക്കണം. Come on, Christ Center. Let us stand together. Clap your hands and rejoice in the presence of God. ദർശനങ്ങൾക്ക് ഒരാവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു.
തിരുവചനം പറയുന്നു, സ്തോത്രം, അതേ പ്രവചനം. മനസ്സിലാക്കുക, ഇൻട്രഡക്ഷനായി ഒരൊറ്റ വരം പോലും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. ഒരൊറ്റ വരം പോലും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. ദൂത് നിനക്കൊരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയത്തില്ല. യു നീഡ് ദ റൈറ്റ് ഫെലോഷിപ്പ് ആൻഡ് റൈറ്റ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ കൃത്യമായ വ്യക്തമായ നല്ല ജനം നിനക്ക് ആവശ്യം, നല്ല കൂട്ടായ്മ നിനക്ക് ആവശ്യം. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കിരുന്നാൽ കരിക്കട്ടയാകും. പക്ഷേ സ്വർഗം നിന്നെ വിളിച്ചിരിക്കുന്നത് കനൽ കട്ടയാകാൻ വേണ്ടിയാണ്. മങ്ങി കത്തുന്നവരെല്ലാം ഇന്ന് രാത്രി ദൈവകൃപയാൽ ആളി കത്തുമാറാകട്ടെ. ഒരു വരം പോലും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. സ്തോത്രം. അതെ, ഒരു ദിവസം അന്ത്രയോസ് ഇതാ യേശു കർത്താവിന്റെ അടുക്കലേക്ക് പത്രോസിനെ കൊണ്ടുവരികയാണ്. സീനിയോറിറ്റി വെച്ച് നോക്കിയാൽ സ്തോത്രം അന്ത്രയോസാണ് യേശു കർത്താവുമായി ഒന്നാമതായി കണക്ട് ചെയ്തത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം. ഈ സെഷനിലും എന്നെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ സഹായിക്കുന്നത് അഭിയാണല്ലോ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആര്? അന്ത്രയോസ് പത്രോസിനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ നോക്ക്, യേശു അവനെ നോക്കി. കർത്താവിന് ഒറ്റ നോട്ടം മതി. ആര്, എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെ എന്ന് പറയാൻ. യേശുവിന്റെ നോട്ടത്തിന് ശക്തിയുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമായ ഫറവോന്യ സൈന്യത്തെ അവൻ നോക്കി. അവന്റെ നോട്ടത്തിൽ ആ വലിയ സൈന്യം സമുദ്രത്തിന്റെ അടിയിൽ പരാജയപ്പെട്ടെങ്കിൽ തിമിരം വരാത്ത കർത്താവ്, ഗ്ലൂക്കോമ ഇല്ലാത്ത കർത്താവ് ഇന്ന് രാത്രിയിലും നോക്കുമ്പോൾ കാര്യങ്ങൾ വ്യത്യാസപ്പെടും. യേശുവിനെ നോക്കി, നീ യോഹന്നാന്റെ മകനായ ശിമോനാകുന്നു, നിനക്ക് കേഫാ എന്ന് പേരാകും. ആ ഒറ്റ സെന്റൻസിൽ 3 വരങ്ങളുടെ സമ്മേളനം നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. നീ ഇന്ന് ഇപ്പോൾ ഇവിടെ പ്രസന്റ്. സ്തോത്രം. ഇന്നത്തെ നിന്റെ അവസ്ഥ, വേർഡ് ഓഫ് നോളജ്, പരിജ്ഞാനത്തിന്റെ വചനം. ഇന്ന് ഇപ്പോൾ ഇവിടെ നീ ആരാണ്? നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാണ്. എന്നാൽ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ഒരു ഹിതമുണ്ട്. ഇന്ന് ഇപ്പോൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലല്ല, നിന്റെ അവസ്ഥയെ ഞാൻ മാറ്റും. Come on, ഒരിക്കൽ കൂടെ, നിന്റെ അവസ്ഥയെ നീ പോലും അറിയാതെ ദൈവം മാറ്റും. നിനക്ക് കേഫാ എന്ന് പറഞ്ഞാൽ പത്രോസ് എന്ന് നിനക്ക് പേരാകും. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ളതായ ഹിതം അതാണ്. ദാറ്റ് ഈസ് കോൾഡ് വേർഡ് ഓഫ് വിസ്ഡം. അതാണ് ജ്ഞാനത്തിന്റെ വചനം. So already word of knowledge, then word of wisdom. സ്തോത്രം. പരിജ്ഞാനത്തിന്റെ വചനം ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്തു. ഇപ്പോൾ ഇതാ സ്തോത്രം, അതെ, ജ്ഞാനത്തിന്റെ വചനത്തിൽ കർത്താവ് പറയുന്നു, നിനക്ക് കേഫാ എന്ന് പേരാകും. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇതാണ്. സ്തോത്രം. അത് സംഭവിച്ചിട്ടില്ല, സംഭവിപ്പാൻ പോകുന്നു. ഫ്യൂച്ചറിൽ സംഭവിപ്പാൻ പോകുന്നു. അതിന്റെ പേരാണ് പ്രവചനം. ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, പ്രവചനം. 3 വരങ്ങൾ ഒരുമിച്ച് സ്തോത്രം അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 41 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ യേശു മനസ്സലിഞ്ഞ് കുഷ്ഠരോഗിയെ തൊട്ടു. കുഷ്ഠം മാറി, അവന് സൗഖ്യം വന്നു. എത്ര വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു? ഒന്നാമതായി വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപ് യേശു മനസ്സലിഞ്ഞു. യേശു മനസ്സലിഞ്ഞു. എല്ലാ പാസ്റ്റർമാരും മനസ്സലിയട്ടെ. എല്ലാ സുവിശേഷ വേലക്കാർക്ക് ഫറവോന്റെ ഹൃദയമല്ല വേണ്ടിയത്, യേശുവിന്റെ ഹൃദയമാണ് വേണ്ടിയത്. The heart of compassion. മനസ്സലിയട്ടെ. കഠിന ഹൃദയന്മാരെ ദൈവത്തിന് ഉപയോഗിപ്പാൻ കഴിയത്തേ ഇല്ല. കല്ല് പോലുള്ള എല്ലാ ഹൃദയങ്ങളും ഇന്ന് മെഴുകുപോൽ ഉരുക്കട്ടെ. എന്തിനു വേണ്ടി? ദൈവം നിന്നെ ഉപയോഗിപ്പാൻ. യേശു മനസ്സലിഞ്ഞു. കുഷ്ഠരോഗിയെ തൊട്ടു. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. കുഷ്ഠരോഗിയെ തൊടണമെങ്കിൽ സ്തോത്രം വിശ്വാസം. അതുകൊണ്ടാണ് തൊട്ടത്. തൊട്ടപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് കുഷ്ഠം മാറി. വീര്യപ്രവർത്തികൾ. ഒറ്റ സെക്കൻഡ് കൊണ്ട് കുഷ്ഠം മാറി. വീര്യപ്രവർത്തികൾ. കുഷ്ഠരോഗി സൗഖ്യമായി. ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്. സൗഖ്യത്തിന്റെ വരം. സ്തോത്രം. അത് വിശ്വാസം ചലിക്കുന്നു. വിശ്വാസം യേശുവിനെ തൊടുന്നു. വിശ്വാസം കുഷ്ഠരോഗിയെ തൊടുന്നു. അവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് സൗഖ്യമാകുന്നു. അവന്റെ കുഷ്ഠം മറയുന്നു. സ്തോത്രം. അത് വിശ്വാസം, വീര്യപ്രവൃത്തികൾ, രോഗശാന്തി. ഇതുപോലെ 100 കണക്കിന് അത് എക്സാമ്പിൾസ് ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരൊറ്റ വരം പോലും ഒറ്റയ്ക്ക് ഫങ്ഷൻ ചെയ്യുന്നതേ ഇല്ല. ഒരൊറ്റ വരം പോലും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വീണ്ടും ഞാൻ പറയട്ടെ, ഒറ്റയ്ക്കോടല് അപകടമാണ്. ഐലൻഡായി ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല. റൈറ്റ് ഫെലോഷിപ്പുമായി, റൈറ്റ് വ്യക്തികളുമായി ദൈവത്തിൻ്റെ കൃപയാൽ കണക്ട് ചെയ്യ്. നിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്നവരെയല്ല നിനക്ക് വേണ്ടിയത്. മങ്ങിക്കത്തുന്ന നിന്റെ മേൽ മണ്ണെണ്ണ ഒഴിക്കുന്നവരാണ് നിനക്ക് വേണ്ടിയത്. മീനിങ്
ഓ, ഇഷ്ടപ്പെട്ടില്ല. നിന്റെ മേൽ മണ്ണെണ്ണയല്ല, പെട്രോൾ ഒഴിച്ച് നിന്നെ ആളെ കത്തിപ്പിക്കുന്നവരെയാണ് നിനക്ക് വേണ്ടിയത്. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും നാം കേട്ടു, പഴയ നിയമത്തിന്റെ ശബ്ദവും പുതിയ നിയമത്തിന്റെ ശബ്ദവും തമ്മിൽ വ്യത്യാസമുണ്ട്. അർത്ഥം, പഴയ നിയമത്തിന്റെ പ്രവചനവും പുതിയ നിയമത്തിന്റെ പ്രവചനവും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ യെശയ്യാവ്, ഇരമ്യാവ്, സ്തോത്രം, എസെക്കിയേൽ, അതെ, എന്തിനേറെ പറയുന്നു. വീണ്ടും വേദപുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, അതെ, ബിലെയാമാകട്ടെ, രാജാവാകുന്ന ശൗലാകട്ടെ, അവരൊക്കെ പ്രവചിച്ച ഒരു മെത്തേഡ് ഉണ്ട്. പഴയ നിയമത്തിൽ ശൗൽ രാജാവ് പോലും പ്രവചിച്ച ഒരു മെത്തേഡ് ഉണ്ട്. ശൗൽ പ്രവചിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് കീശിന്റെ മകൻ ശൗൽ, ബെന്യാമീൻ ഗോത്രക്കാരൻ, അവൻ ചുമക്കുന്നത് രാജാവിന്റെ അഭിഷേകമാണ്. രാജാവ് പ്രവചിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ രാജാവ് പ്രവചിച്ചു. ഹേ, ആരുടെ കൂടെ നീ നടക്കുമോ അവനെ പോലെ നീ ആയിത്തീരും. ആരുടെ കൂടെ നീ അസോസിയേറ്റ് ചെയ്യുമോ, ആരോട് നീ കൂടുതൽ ഫോൺ ചെയ്യുമോ, ആരോട് ഏറ്റവും കൂടുതൽ ഇടപഴകുമോ, അതുപോലെ നീ ആയിരിക്കും. നീ പ്രാർത്ഥിക്കുന്നവരോട് കൂടിയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിക്കും. ഭക്തന്റെ കൂടെയാണ് നീ നടക്കുന്നെങ്കിൽ ആ ഭക്തന്മാരുടെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ട്. കൃപയുള്ളവന്റെ കൂടെ നടന്നാൽ അവന്റെ കൃപ നിന്നിലേക്കും വ്യാപരിക്കും. That process is called spirit transmutation. സ്തോത്രം, ആത്മവ്യാപനം. ശബ്ദം ഉയർത്തി പറ, ആത്മവ്യാപനം. ഇന്ന് രാത്രിയിലും ഈ ഹാളിനകത്ത് ഓൺലൈൻ ആയിരിക്കുന്നവർ മനസ്സിലാക്കണമേ, ഒരു ആത്മവ്യാപനം. ആത്മവ്യാപനം. ഡു ഇറ്റ് ഓ ഗോഡ്. ചെയ്യും കർത്താവേ. ശബ്ദം ഉയർത്തി സഹോദരന്മാർ, സഹോദരന്മാർ, ബോറടിക്കുന്നവർ വീട്ടിൽ പോ. യേശുവിന്റെ രക്തം ചെയ്യ. ഹല്ലേലൂയ. ഇന്ന് രാത്രി CSI മെത്തേഡ് അല്ല, കാത്തലിക്സ് അല്ല, പെന്തക്കോസ്റ്റൽ അല്ല, പകരം ഒരു അപ്പർ റൂം, ഒരു സ്തോത്രം, മാളിക മുറിയുടെ അനുഭവം, മാളിക മുറിയുടെ അനുഭവം. Take it in the name of Jesus. പഴയ നിയമത്തിൽ യെശയ്യാവാകട്ടെ, ഇരമ്യാവാകട്ടെ, സ്തോത്രം, എസെക്കിയേലാകട്ടെ, ബിലെയാമാകട്ടെ, ആരാണെങ്കിലും ദൈവത്തിന് ആത്മാവ് അവന്റെ മേൽ വീഴുന്നു. ഓപ്പൺ ട്രാൻസിൽ അവന്റെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ അവൻ പരിസരം മറക്കുന്നു, അടുത്ത് നിൽക്കുന്നവൻ ആരെന്ന് മറക്കുന്നു. കാരണം ദൈവം ശക്തനല്ല, അവൻ സർവശക്തനാണ്. വീഴുന്നു, വീഴുന്നു, വീഴുന്നു. Yes, Holy Spirit, Holy Spirit, do it. ദൈവത്തിന്റെ ആത്മാവ്, സ്തോത്രം, ആ പ്രത്യേക ദൂതിന് വേണ്ടി, ആ കാലഘട്ടത്തിന്റെ ശബ്ദത്തിന് വേണ്ടി, ആ കാര്യങ്ങൾ ചെയ്യുവാനായി ഒരു വ്യക്തിയുടെ മേൽ, ആ പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വീഴുന്നു. കണ്ണ് തുറന്നിരിക്കെ തന്നെ നിങ്ങൾ എന്നെ കാണുന്ന പോലെ, ഞാൻ നിങ്ങളെ കാണുന്ന പോലെ ഓപ്പൺ ട്രാൻസിൽ അവൻ മാറ്റപ്പെടുകയാണ്. സ്തോത്രം, മാറ്റപ്പെട്ടിട്ട് ഒരക്ഷരം പോലും തെറ്റാതെ അവനിതാ സോറി പറയാതെ, നേരത്തെ ഞാൻ ചുമച്ചതുപോലെ ചുമയ്ക്കാതെ, ഇടയ്ക്ക് വെള്ളം കുടിക്കാതെ, പാസില്ലാതെ, ആതിരപ്പള്ളിയിൽ വെള്ളം ഒഴുകുന്നത് പോലെ, കുറ്റാലത്ത് വെള്ളച്ചാട്ടം ഒഴുകുന്നത് പോലെ ഒരു സ്പിരിച്വൽ നയാഗ്രയായി അവൻ പ്രവചിക്കുകയാണ്. Come on, ഒഴുകട്ടെ, നദികൾ ഒഴുകട്ടെ, ജീവജലത്തിന്റെ നദികൾ ഒഴുകട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൽ നിന്ന്, യേശുവിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകന്മാർ എഴുന്നേറ്റ് നിന്ന് അവർ പ്രവചിക്കുമ്പോൾ അവരോട് കൂടെ അത് എഴുതുവാൻ അസോസിയേറ്റ്സ് ഉണ്ടായിരിക്കും, ബാല്യക്കാരുണ്ടായിരിക്കും. സ്തോത്രം, ഓർക്കുക, അവർ എഴുതി വരുമ്പോൾ ഓവർ റൈറ്റിങ്ങിന് ഒരിക്കലും അവർ ഇട കൊടുക്കാറില്ല. ഓവർ റൈറ്റിങ്ങിന് അവർ ഇട കൊടുത്താൽ, സ്തോത്രം, AC സ്വിച്ച് ഓൺ ആണോ എന്ന് ശ്രദ്ധിക്കുക. സ്തോത്രം, താങ്ക് യു, ഹല്ലേലൂയ. മേ ബി ദ ഫയർ ഈസ് ഫാളിങ്. കം ഓൺ. സ്തോത്രം, അതെ, അവർ ഒരു ഓവർ റൈറ്റിംഗ് ഇല്ലാതെ വളരെ കറക്റ്റായിട്ട് സ്തോത്രം അവർ എഴുതിയെടുക്കും. ഇൻ കേസ് ഇടയ്ക്ക് വെച്ച് അവർക്ക് സ്തോത്രം തെറ്റ് സംഭവിച്ചാൽ അതുവരെ എഴുതിയത് മുഴുവൻ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും അവർ എഴുതും. അർത്ഥം, സ്തോത്രം, സോറി പറയത്തില്ല, വെട്ടിയിട്ട് ഓവർ റൈറ്റിംഗ് എഴുതത്തില്ല, സ്തോത്രം, അതിൻ്റെ പുറത്തൂടെ എഴുതത്തില്ല. അർത്ഥം, ദൈവവചനം അതെ എഴുതിയാലും ശരി, ദൈവവചനം പറയുന്ന നമ്മളാണെങ്കിലും ശരി, സോറി പറയാതെ, തെറ്റ് പറ്റാതെ ജീവിതങ്ങളെ സൂക്ഷിച്ചേ.
കാരണം നീ ദൈവത്തിന്റെ ദൂതുവാഹിയാണ്. നിന്റെ കസിൻസിനെ പോലെ, നിന്റെ സഹോദരങ്ങളെ പോലെ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നീ മറ്റുള്ളവരെ പോലെയല്ല, നീ ദൈവത്തിന്റെ ദൂതുവാഹിയാണ്. ആ സീരിയസ് ആയി ദൈവകൃപയാൽ ജീവിച്ചേ. തിരുവചനം പറയുന്നു, സ്തോത്രം. അതായിരുന്നു പഴയ നിയമത്തിൻ്റെ രീതി. സ്തോത്രം. അതെ, പഴയ നിയമത്തിൽ പക്ഷേ പഴയ നിയമ പ്രവാചകന്മാർ സംസാരിച്ചത് ന്യായപ്രമാണത്തിൻ്റെ ശബ്ദം. എന്നാൽ പുതിയ നിയമത്തിലെ പ്രവാചകന്മാർ സംസാരിക്കുന്നത് കൃപയുടെ ശബ്ദം. പഴയ നിയമത്തിൻ്റെ പ്രവാചകൻ ദാസന്മാരായിരുന്നു. പുതിയ നിയമത്തിൻ്റെ പ്രവാചകർ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ശബ്ദം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ ദൈവാത്മാവ് വന്നും പോയി നിന്നോ. എന്നാൽ സ്തോത്രം, പുതിയ നിയമത്തിൽ വല്ലപ്പോഴും മാത്രം വന്നിറങ്ങുന്നവനല്ല പരിശുദ്ധാത്മാവ്, എന്നെന്നും കൂടെ ഇരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിന്ന് തീർത്തും വ്യത്യാസമായിട്ടുള്ള ശബ്ദത്തിലാണ് പുതിയ നിയമത്തിലെ പ്രവാചകന്മാർ സംസാരിക്കുന്നത്. പുതിയ നിയമത്തിൽ പ്രവാചകന്മാരുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം സ്തോത്രം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ ഗ്രീക്കിൽ 4-ഫോൾഡ് മിനിസ്ട്രിയാണ്, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 5-ഫോൾഡ് മിനിസ്ട്രിയാണ്. ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് സുവിശേഷകന്മാർ, നാലാമത് പാസ്റ്റർമാരും അധ്യാപകരും. രണ്ടും ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗ്രീക്കിൽ 4-ഫോൾഡ് മിനിസ്ട്രി എന്ന് പറഞ്ഞത്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ 5-ഫോൾഡ് മിനിസ്ട്രി. ഒന്നാമത് സ്തോത്രമാണ് അപ്പോസ്തലന്മാരായി, രണ്ടാമത് പുതിയ നിയമസഭയ്ക്ക് പ്രവാചകന്മാരായി. ഇടയ്ക്ക് പറയാം സ്തോത്രം. നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് 4-ാമത്തെ ശുശ്രൂഷയും 5-ാമത്തെ ശുശ്രൂഷയും തമ്മിൽ ഒരുമിച്ച് സ്തോത്രം കർത്താവ് എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് എന്താണ്? സോ നോക്കണമേ, 4-ാമത്തെ ശുശ്രൂഷ അതായത് പാസ്റ്റർ, സ്തോത്രം ഇടയൻ. എല്ലാ പാസ്റ്റർമാരും സപ്പോസ് ടു ബി എ ടീച്ചർ. എല്ലാ ഇടയന്മാരും ദൈവവചനം പഠിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കണം, അല്ലാതെ ഇവാഞ്ചലിസ്റ്റ് കളിക്കല്. കാരണം സഭ സ്തോത്രം മൈതാനത്തിലല്ല വളരേണ്ടത്, സഭ വചനത്തിലാണ് വളരേണ്ടത്. സുവിശേഷങ്ങൾ നിൽക്കുന്നത് മൈതാനത്തിലാകട്ടെ, മൈതാന പ്രസംഗത്തിലല്ല ചർച്ച വളരുന്നത്. പകരം ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിലായിരിക്കണം സഭ വളരേണ്ടത്. ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് സുവിശേഷകന്മാർ, നാലാമത് ഇടയന്മാർ. സ്തോത്രം. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിൽ വരുമ്പോൾ 5-ാമത് ഉപദേഷ്ടാക്കന്മാർ. അപ്പോൾ രണ്ടാമത്തെ ഓഫീസ് നോക്കിയാട്ടെ, രണ്ടാമത്തെ സെക്ഷൻ, രണ്ടാമത്തെ കൂട്ടരെ നോക്കിയാട്ടെ, പ്രവാചകന്മാർ. ഇന്നും സഭയിൽ, പുതിയ നിയമസഭയിൽ പ്രവാചകന്മാരുണ്ട്. അർത്ഥം സ്തോത്രം, നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, ഞാൻ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, യേശുവിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ നമുക്ക് വേണം. അവിടെ നിൽക്കുന്നു ബ്രദർ, അവിടെ ചലിക്കുന്നു ബ്രദർ, അവിടെ ചാടുന്നു ബ്രദർ, അവിടെ വീഴുന്നു ബ്രദർ. ഈ പുസ്തകത്തിലെ എൻ്റെ കർത്താവ് അന്ത്യകാലത്ത് ദൈവസഭയ്ക്ക് എന്തൊക്കെയാണോ കരുതിയിരിക്കുന്നത് അത് മുഴുവൻ എനിക്ക് വേണം. I must not ashamed of the gospel of Jesus Christ. ചോദിച്ചേ As the deer panteth for the waters, മാൻ നീർത്തോടിനു വേണ്ടി കാംക്ഷിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ ദാഹിച്ചേ. ചോദ്യം ചെയ്യുന്നവനെയല്ല, തുറിച്ചു നോക്കുന്നവനെയല്ല, അളന്നു നോക്കുന്നവനെയല്ല, ദാഹിക്കുന്നവനെ. കമാൺ, ആരെങ്കിലും ഉണ്ടോ? ദാഹിക്കുന്നവനെ ഇന്ന് രാത്രിയിൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. ഇന്ന് രാത്രി എൻ്റെ നിലവിളിയും പ്രാർത്ഥനയും ഇതാണ്. ലോകരാജ്യങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം ദൈവ ശബ്ദമായി ദൈവം അഭിഷേകം ചെയ്യണം. കത്തോലിക്കൻ തുടങ്ങി പെന്തിക്കോസ് വരെയുള്ളതായ കോടിക്കണക്കിന് ജനത്തിന് നീ അധരം തുറക്കുമ്പോൾ ജനം പറയണം, അതാ ദൈവം സംസാരിക്കുന്നു. മീഡിയ ടീം, താങ്ക് ഗോഡ് ഫോർ ഇന്റർനെറ്റ്. ഹലോ, ഇത് കേട്ടിട്ട് വേണം എനിക്കിനി ബലപ്പെടാൻ. സ്തോത്രം. നീ അധരം തുറക്കുമ്പോൾ ലോകം പറയട്ടെ, ഈ തലമുറ പറയട്ടെ, ഇതാ ദൈവം സംസാരിക്കുന്നു. ഏറ്റെടുത്ത് അവണ്ണം ദൈവം തന്നെ ഒരുക്കുകയാണ്.
പ്രവാചകന്മാരും പ്രവാചികമാരും 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശയുടെ അടുക്കലേക്ക് സ്തോത്രം ഒരു അസൂയക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, 70 പേരെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയല്ലോ, 68 പേരല്ലേ വന്നുള്ളൂ, 2 പേർ അനുസരണം കെട്ടവരായി കൂടാരത്തിൽ ഇരിക്കുന്നു, 2 പേർ അനുസരണം കെട്ടവരായി കൂടാരത്തിലിരുന്നവർ പ്രവചിച്ചു. വന്നവനും പ്രവചിച്ചു, അവിടെ ഇരുന്നവനും പ്രവചിച്ചു. ഉടനെ മോശ ചോദിച്ചു, നീ എന്നെക്കുറിച്ച് അസൂയപ്പെടുകയാണോ? നീ എന്നെക്കുറിച്ചാണോ അസൂയപ്പെടുന്നത്? സ്തോത്രം. യഹോവയുടെ ജനം മുഴുവനും, യഹോവയുടെ ജനം മുഴുവനും, യഹോവയുടെ ജനം മുഴുവനും പ്രവാചകന്മാരും പ്രവാചികമാരുമായി തീർന്നെങ്കിൽ കൊള്ളാമായിരുന്നു. രാത്രി ക്രൈസ്റ്റ് സെന്റർ മുഴുവനും പോരാ, പെന്തക്കോസ്റ്റൽ മണ്ഡലം മുഴുവനും, സകല ക്രിസ്ത്യാനികൾ മുഴുവനും ദൈവത്തിന്റെ ത്രോൺ റൂമിൽ നിന്ന്, ദൈവ സിംഹാസനത്തിൽ നിന്ന് ദൈവ ശബ്ദം ഏറ്റെടുത്ത് പ്രവചിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. Come on people, open your mouth. Lahama seteni handalena bahasi. സഭ സംസാരിക്കുമ്പോൾ ലൂസിഫറിന് മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടാകട്ടെ. In the name of Jesus. കാദേശ് മരുവിനെ നടക്കുന്ന, വനങ്ങളെ തോലേൽപ്പിക്കുമാറാക്കുന്ന, മാൻ കുട്ടികളെ പ്രസവിക്കുമാറാക്കുന്ന എൻ്റെ ദൈവം ശിലയല്ല, ശില്പമല്ല, അവൻ സംസാരിക്കുന്നവനാണ്. അവൻ ആലോചനയിൽ വലിയവനാണ്. ആലോചന വലിയവനായ ദൈവം നിന്റെ അവസാന ശ്വാസം വരെയും, ഒരിക്കൽ കൂടെ, നിന്റെ അവസാന ശ്വാസം വരെയും നിന്റെ ശബ്ദത്തെ ദൈവം ഉപയോഗിപ്പാൻ പോകുകയാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. കോമൺ ആയിട്ടുള്ള ചില ക്യാരക്ടർ പറയട്ടെ. വാട്ട് ആർ ദ കോമൺ ക്യാരക്ടേഴ്സ് ഓഫ് ദ പ്രോഫറ്റ്സ്? both the Old Testament and New Testament. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രവാചകന്മാരുടെ പ്രത്യേകത എന്താണ്? നമ്പർ 1, those who walk with God. ദൈവത്തോട് കൂടെ നടക്കുന്നവന് മാത്രമേ ദൈവത്തിന്റെ ശബ്ദം കേട്ട് പ്രവചിപ്പാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ദൈവത്തോട് കൂടെ നടക്കുന്നവന്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെ, യൂദയുടെ ലേഖനം 14-15 വേദ പുസ്തകം പറയുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. തോന്നിയ വഴിക്ക് നടക്കല്ല്, ഒറ്റയ്ക്ക് നടക്കല്ല്, ഇമ്മാനുവേലിന്റെ കൂടെ നടന്നാട്ടെ, ചേർന്ന് നടന്നാട്ടെ. തേനിനേക്കാൾ, തേൻമൊഴിയേക്കാൾ മാധുര്യമേറിയ ശബ്ദം ദൈവത്തോട് ചേർന്ന് നടക്കുന്നവൻ കേൾക്കും. ദൈവത്തോട് കൂടെ നടക്കുന്നവനാണ് സ്തോത്രം നാളെ പ്രവചിപ്പാൻ തക്കോണം കഴിയുന്നത്. ഗലാത്യലേഖനം 5:16 പറയുന്നു, സ്തോത്രം, അതെ, ജഡപ്രകാരം നടക്കരുത്, ആത്മാവിൽ നടന്നാട്ടെ. ആത്മാവിൽ നടന്നാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ നിവർത്തിക്കുകയില്ല. 2, സ്തോത്രം, ദൈവത്തോട് സംസാരിക്കുന്നവനാണ് സ്തോത്രം ദൈവ ശബ്ദം തിരിച്ചു കേട്ട് അവൻ ദൈവ ശബ്ദമായി തീരുന്നത്. ദൈവത്തോട് അങ്ങോട്ട് സംസാരിക്കുന്നവന് മാത്രമേ ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് ശബ്ദം കേൾപ്പാൻ കഴിയത്തുള്ളൂ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം. പുറപ്പാട് 33:11. 30 ലക്ഷം ജനത്തിൽ നിന്ന് മോശ ഓടി സമാഗമന കൂടാരത്തിലേക്ക് ഓടി കയറുമ്പോൾ, ഫേസ് ടു ഫേസ് ആൻഡ് മൗത്ത് ടു മൗത്ത്, മുഖാമുഖമായി ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം അന്ന് സംസാരിച്ചെങ്കിൽ മോശയുടെ ദൈവം ഇന്നും നിന്നോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ. അതിനർത്ഥം എപ്പോഴും അന്യഭാഷയിൽ സംസാരിച്ചിരുത്. ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കുക, വീട്ടിലിരിക്കുമ്പോൾ സംസാരിക്കുക, ബാത്റൂമിൽ സംസാരിക്കുക. അതേ സ്തോത്രം. വീട്ടിൽ നടന്ന് സംസാരിക്കുക, വാച്ച് നോക്കാതെ സംസാരിക്കുക. ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ഉപവാസ ദിവസം, ഇന്ന് കൂടുതൽ സംസാരിക്കുക. നോ. കലണ്ടർ നോക്കാതെ സംസാരിക്കുക, വാച്ച് നോക്കാതെ സംസാരിക്കുക. ഇന്ന് രാത്രി എല്ലാ വാച്ചുകളെ ക്യാൻസൽ ചെയ്യുന്നു. നിന്റെ ആത്മീയത്തെ നിയന്ത്രിക്കുന്നത് വാച്ചല്ല, നിന്റെ ആത്മീയത്തെ നിയന്ത്രിക്കുന്നത് കലണ്ടർ അല്ല, ദൈവവുമായിട്ടുള്ള ഇന്റിമസി ആകട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നവനാണ് പ്രവാചകൻ. സ്തോത്രം. എനിക്ക് മാത്രം, എൻ്റെ മക്കൾക്ക് മാത്രം, എൻ്റെ കുടുംബത്തിന് മാത്രം, എല്ലാ സെൽഫിഷ് ക്ലബിനെ, എല്ലാ സ്വാർത്ഥതയെ ഇന്ന് രാത്രി പിരിച്ചുവിട്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കരയാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിക്കാം. എന്തൊരു ശാന്തത! നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി കരയ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. കാരണം വരം നിനക്കുള്ളതല്ല, വരം മറ്റുള്ളവർക്കുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. സ്തോത്രം. നിങ്ങൾ പ്രവചിക്കുമ്പോൾ മറ്റൊരാളിന് വേണ്ടി പ്രവചിക്കുന്നു. ബദ്ധന്മാർക്കാണ് വിടുതൽ, കുരുടന്മാർക്കാണ് കാഴ്ച. അർത്ഥം, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് നിന്റെ വീട്ടിൽ റേഷൻ വാങ്ങാനല്ല,
നിനക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനല്ല, നിന്റെ ബാങ്ക് നിറയ്ക്കാനല്ല, ജനം വിടുവിക്കപ്പെടുവാൻ. നരകം കാലിയാകുവാൻ, സ്വർഗം നിറയുവാൻ ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം തന്നെ നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്ക്. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ പ്രത്യേകത അതായിരുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 16 മുതൽ 32 വരെ വേദപുസ്തകം പറയുന്നു, അബ്രഹാം ഇടിവിൽ നിന്നു. സൊദോം ഗൊമോരയ്ക്ക് വേണ്ടി അവൻ ഇടിവിൽ നിന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, അവനൊരു പ്രവാചകൻ. ഇടിവിൽ നിൽക്കുന്നവനാണ് ഒരു പ്രവാചകൻ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് അങ്ങോട്ട് പറഞ്ഞിരുന്നാൽ ഐ ഗ്യാരണ്ടി യു, ഒരു ദിവസം നീ ഇങ്ങോട്ടും കൂടെ ദൈവത്തിന്റെ ദൂത് കേൾക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതെ, 5-ാമത്തെ പ്രവാചകന്റെ പ്രത്യേകതയാണ് കരയുന്നവനാണ് പ്രവാചകൻ. മനുഷ്യന്റെ മുൻപിൽ അല്ല, മനുഷ്യന്റെ മുൻപിൽ കരയല്ലേ. മനുഷ്യൻ നിന്നെ പരിഹസിക്കും. ദൈവത്തിന്റെ മുൻപിൽ കരഞ്ഞാൽ ദൈവം നിന്നെ മാനിക്കും. ക്രൈസ്റ്റ് സെന്റർ കണ്ണുനീരില്ലാത്ത ഒരു സഭായോ നമുക്ക് വേണ്ട. കണ്ണുനീരില്ലാത്ത ഒരു കോട്ടേജ് മീറ്റിംഗ് നമുക്ക് വേണ്ട. കണ്ണുനീരില്ലാത്ത ഉപവാസ പ്രാർത്ഥന നമുക്ക് വേണ്ട. കണ്ണുനീരില്ലാത്ത കർത്തൃമേശ നമുക്ക് വേണ്ട. ഹല്ലേലൂയ. 2 കരങ്ങളെ ഉയർത്തി 10 സെക്കൻഡ് ദൈവത്തോട് ചോദിച്ചേ, കർത്താവേ, ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. ഒരു തകർന്ന ഹൃദയം എനിക്ക് തരണമേ. കം ഓൺ, ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിന് മുൻപിൽ ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നോക്കേ, സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരുടെ മൃത ശരീരത്തിന്റെ മുൻപിൽ കരയാത്തവർ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം കടന്നു വരുമ്പോൾ നിലവിളിച്ച് അഗപ്പേ ദൈവ സ്നേഹത്താൽ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ ഏറ്റവും പ്രധാനമായി വെളിപ്പെടുന്നതായ കാര്യമാണ് സ്തോത്രം, കർത്താവിന്റെ മുൻപിൽ കണ്ണുനീർ പൊഴിക്കുക. പ്രത്യേകിച്ച് പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ, പ്രവചന ശുശ്രൂഷയിൽ. ഇരമ്യാ പ്രവചന 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇരമ്യാവെന്ന കണ്ണുനീരിന്റെ പ്രവാചകൻ ഒരു ആഗ്രഹം ദൈവത്തോട് പറയുന്നു. ഇരമ്യാവിന്റെ ആഗ്രഹം ഇതാണ്, അയ്യോ, എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ നിഗതന്മാർ നിമിത്തം സ്തോത്രം എനിക്ക് അമേരിക്കയിൽ പോകണം, എനിക്ക് കോടികൾ സമ്പാദിക്കണം, എല്ലാ കോൺഫറൻസിനും ഞാൻ കയറിയിറങ്ങണം, എനിക്ക് വലിയ പേരുണ്ടാകണം, പ്രസിദ്ധിയാകണം എന്നല്ല. അതേ ഇരമ്യാവ് പറഞ്ഞത്, എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ നിഗതന്മാർ നിമിത്തം ഞാൻ രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണം നീരവുമായെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കർച്ചീഫുകളല്ല, ടവലുകൾ വേണമെന്ന ക്രമത്തിൽ കർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾ കണ്ണുനീരോടെ നിൽക്കുമെങ്കിൽ ഐ ഗ്യാരണ്ടി യു, കൊതി തീരും വരെ കലവറകൾ തുറന്ന് ഒരു പുതിയൊരു ചരിത്രം മെനയുവാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കുക തന്നെ ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രവാചകൻ ദൈവത്തിൻ്റെ മുൻപിൽ കരയുന്നവനാണ്, പക്ഷെ മനുഷ്യൻ്റെ മുൻപിൽ ബോൾഡ്നെസ്സോടെ സംസാരിക്കുന്നവനാണ്. സ്തോത്രം. അതേ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവാചകൻ കരയുന്നു, പക്ഷെ പ്രാർത്ഥന റൂമിൽ നിന്നവൻ പുറത്തു വന്ന് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് കരയുന്ന എന്ന ആടിന്റെ ശബ്ദമല്ല, ദ റോറിംഗ് ലയൺ. ഓ, ഹല്ലേലൂയ. മനുഷ്യന്റെ മുൻപിൽ അതേ നിങ്ങൾ ഒരിക്കലും ആടല്ല, നിങ്ങൾ ഗർജിക്കുന്ന സിംഹമാണ്. ദൈവത്തിന് മുൻപിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കരയുന്നു. സ്തോത്രം. പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രത്യേകത ഇതാണ്, പ്രവാചകൻ ഒരിക്കലും മനുഷ്യന്റെ മുൻപിൽ പതറത്തില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അപ്പോസ്തലന്മാരെ നോക്കിയാൽ രാജാക്കന്മാരുണ്ടായിരുന്നു. ഫെസ്തോസ് ആണോ, അഗ്രിപ്പാവാണോ, ഹെരോദാവാണോ, സ്തോത്രം. പ്രവാചകന്മാർ, ദൈവദാസന്മാർ പതറിയില്ല. അവരൊരിക്കലും അധികാരികളുടെ മുൻപിൽ തല കുനിഞ്ഞല്ല സംസാരിച്ചത്, അവർ തല ഉയർത്തിയാണ് സംസാരിച്ചത്. കാരണം അവർ അഭിഷേകം ചെയ്തത് രാജാവല്ല, രാജാതി രാജാവാണ്. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഈ പ്രൊഫറ്റിക് വേർഡ് ഞാൻ റിലീസ് ചെയ്യട്ടെ. ആരോട്? നിന്റെ തല ഒരിക്കലും ഒരിടത്തും കുനിഞ്ഞു പോകത്തില്ല. ദൈവത്തിന്റെ മുൻപിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവനായിരിക്കാം. പ്രാർത്ഥനാ റൂമിൽ മുറിവേറ്റ ഒരു കുഞ്ഞാടിനെ പോലെ വിന്നുന്നവനായിരിക്കാം, കരയുന്നവനായിരിക്കാം. പക്ഷേ സ്തോത്രം, അവൻ മനുഷ്യന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ the boldness of Christ, ക്രിസ്തുവിന്റെ ധൈര്യമായിരിക്കും അവനിലൂടെ വെളിപ്പെടുന്നത്. 1 രാജാക്കന്മാർ 17:1 എല്ലാവർക്കും കാണാതെ അറിയാവുന്നതായ പോർഷനാണ്. Unless I say there won't be any rain or dew hereafter. ഞാൻ പറഞ്ഞിട്ടല്ലാതെ. എന്തൊരു ധൈര്യം,
എന്തൊരു ധൈര്യം! എന്തേ ഏരിയാവിന്റെ ദൈവം? എന്തേ ഇന്ത്യയിൽ ഏരിയാവിന്റെ ദൈവം? എന്തി എന്നല്ല, ഇന്ത്യയിൽ ദൈവത്തിന്റെ ഏരിയാവുമാരെവിടെ? ദൈവത്തിന്റെ ഏരിയാവുമാർ 2024 എവിടെ? നീ ഒരു വാക്ക് പറയുമ്പോൾ പട്ടണങ്ങൾ മാറിയിരിക്കും. നീ ഒരു വാക്ക് പറയുമ്പോൾ ക്ലൈമറ്റ്, സ്തോത്രം, അതേ സംസ്ഥാനങ്ങളെ അന്തരീക്ഷം മാറിയിരിക്കും. നാളെ പ്രിന്റ് ചെയ്ത് ഇറങ്ങുവാൻ പോകുന്നതായ അതേ വർത്തമാന പത്രത്തിന്റെ ഹെഡ്ലൈൻസ് ആയിരിക്കും നീ പ്രാർത്ഥന റൂമിൽ പ്രാപിക്കുന്നതായ ദൂത്. ഹല്ലേലൂയ! പ്രാപിച്ചേ 2 മിനിറ്റ് സമയം തരാം. Come on, in the name of Jesus. ഹല്ലേലൂയ! വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതേ 7-ാമത്തെ പ്രവാചകന്റെ പ്രത്യേകത ഇതാണ്. സ്തോത്രം, അവന് വാക്ക് മാത്രമല്ല കറക്റ്റ് ആകുന്നത്, അവന്റെ ദൂത് മാത്രമല്ല കറക്റ്റ് ആകുന്നത്, മറുവശത്ത് he will be not only powerful in word but he will be the specialist even the deed also. അവൻ പ്രവൃത്തിയിലും ശക്തിയുള്ളവനായിരിക്കും. ദൈവ പ്രവൃത്തി അവനിലൂടെ വെളിപ്പെടും. 10 ബാധകൾ മോശയുടെ സ്തോത്രം ശുശ്രൂഷകൾ 10 ബാധകൾ വെളിപ്പെട്ടു. ഇതാ മന്ന പെയ്തിറങ്ങുന്നു, ഇതാ കാടപ്പക്ഷി കടന്നു വരുന്നു, ഇതാ പാറയിൽ നിന്ന് വെള്ളം സ്തോത്രം ഒഴുകുന്നു, മാറ മധുരമായി തീരുന്നു. എത്രയെത്ര അത്ഭുതങ്ങളാണ് മോശയിലൂടെ ദൈവം ചെയ്തത്. അർത്ഥം, സ്തോത്രം, ഒരു പ്രൊഫറ്റിക് അനോയിന്റിംഗിൽ, ഒരു പ്രവചന ശുശ്രൂഷയിൽ ദൈവം തന്നെ ഉപയോഗിക്കുമ്പോൾ 7.5 പോയിന്റ് വചനം മാത്രമല്ല, മറുവശത്ത് ദൈവ ശക്തിയാൽ ദൈവ പ്രവൃത്തിയും വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ! വല്ലപ്പോഴുമല്ല, 21 ദിവസത്തിന്റെ അവസാന സെഷൻ അല്ല, ഡെയിലി ഇൻ ജീസസ് നെയിം. ഡെയിലി, ദിവസേന കേൾക്കുന്നവർ ആമേൻ പറ. ദൈവ പ്രവൃത്തി ഡെയിലി. ഓറൽ റോബർട്സ് ഇപ്രകാരം പറഞ്ഞു, എക്സ്പെക്ട് എ മിറക്കിൾ എവറി ഡേ ഫ്രം ഗോഡ്. എല്ലാ ദിവസങ്ങളിലും അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുക, എല്ലാ ദിവസങ്ങളിലും ഹീലിംഗ് പ്രതീക്ഷിക്കുക, എല്ലാ ദിവസങ്ങളും അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനിക്കുക, എല്ലാ ദിവസങ്ങളും പ്രവചിക്കുക, എല്ലാ ദിവസങ്ങളും 9 വരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുക. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തോട് കൂടെ നടക്കുന്നവനാണ് പ്രവാചകൻ, ദൈവത്തോട് സംസാരിക്കുന്നവനാണ് പ്രവാചകൻ, ഇടിവിൽ നിൽക്കുന്നവനാണ് പ്രവാചകൻ. സ്തോത്രം, അതേ പ്രാർത്ഥന മനുഷ്യനാണ് പ്രവാചകൻ, കണ്ണുനീർ ഒഴുക്കുന്നവനാണ് പ്രവാചകൻ, ധൈര്യത്തോടെ സംസാരിക്കുന്നവനാണ് പ്രവാചകൻ, ദൈവ പ്രവൃത്തിയെ കൈകാര്യം ചെയ്യുന്നവനാണ് പ്രവാചകൻ. പക്ഷെ അവന്റെ ലൈഫ് സുഖകരമല്ല. അവന്റെ ലൈഫ് സുഖകരമല്ല. അവന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടല്ല, പകരം സ്തോത്രം, അവന്റെ അനോയിന്റിംഗ് അവണ്ണമുള്ളതാണ്, അവന്റെ അഭിഷേകം അതാണ്. വർഷങ്ങൾക്ക് മുമ്പ് 3 ദിവസം യങ്സ്റ്റേഴ്സ് 300 പേർ ഒരു ടൗണിൽ, ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനത്ത് ഒരുമിച്ച് ക്യാമ്പ് ചെയ്ത് എന്നെ 9 കൃപാവരങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചു. വിഷയം ഇതാണ്, പവർ മിനിസ്ട്രി പഠിപ്പിച്ച് 2ാമത്തെ സെഷൻ ആയപ്പോൾ ഈ പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. സ്തോത്രം, അതേ ശുശ്രൂഷ ഇപ്പൊ തന്നെ ഇന്ത്യ പിടിക്കണമെന്ന് പറഞ്ഞ് വന്നവന്മാര് ഒരു 2 എണ്ണം സ്തോത്രം കിടക്കെടുത്ത് പോയി. കാരണം സുഖിയന്മാർക്കുള്ളതല്ല ഇത്, പണം സമ്പാദിക്കാനുള്ളവർക്കല്ല ഇത്. നോക്ക്, സ്തോത്രം, അതേ പ്രൊഫറ്റിക് മാന്റലിന്റെ പ്രത്യേകത, പ്രവചന ശുശ്രൂഷയുടെ പ്രത്യേകത, അതൊരു മൂര് പോലെയാണ്. എത്ര പേർ മൂരെന്ന് കേട്ടിട്ടുണ്ട്? കരങ്ങളെ ഉയർത്തിയാട്ടെ. സ്തോത്രം, എന്താണ് മൂര്? മത്തായി സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ഇതാ ജ്ഞാനികൾ കടന്നു വരികയാണ്. ക്രിസ്മസ് കാലമാണല്ലോ. സ്തോത്രം, കേക്ക്, ജ്ഞാനികൾ കടന്നു വരികയാണ്. അവിടെ കയ്യിൽ സ്തോത്രം, അതേ പൊന്നുണ്ടായിരുന്നു, കാരണം യേശു അതേ രാജാവാണ്. അവിടെ കയ്യിൽ ഫ്രാങ്കിൻസെൻസ്, കുന്തിരിക്കമുണ്ടായിരുന്നു, കാരണം അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവിടെ കയ്യിൽ മൂരുണ്ടായിരുന്നു, കാരണം അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. മൂര് യേശുവിന്റെ പ്രൊഫറ്റിക് മിനിസ്ട്രിയെ കുറിക്കുന്നു. മൂര് യേശുവിന്റെ പ്രവചന ശുശ്രൂഷയെ കുറിക്കുന്നു. മൂര് എന്ന സ്തോത്രം പദാർത്ഥം, അത് മൂക്കിൽ വെച്ചാൽ ഭയങ്കര മണമാണ്. അത് തീയിലിട്ടാൽ മൂക്കിൽ വെച്ചാൽ ഭയങ്കര മണമാണ്. പക്ഷെ നാക്കിൽ വെച്ചാൽ അത് വളരെ കയ്പാണ്. നാക്കിൽ നിനക്ക് കയ്പാണ്, മറ്റുള്ളവർക്ക് മണമാണ്.
ശുശ്രൂഷകനേ, നിനക്ക് കൈപ്പാണ്. പല ജീവിതത്തിൻ്റെ താഴ്വരകളോട് നീ കടന്നു പോകുമ്പോൾ ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവം നിന്നെ ഉപയോഗിക്കുന്നു. മറ്റുള്ളവരെ കണ്ണുനീർ തുടയ്ക്കുന്നു, മറ്റുള്ളവരെ സൗഖ്യമാക്കുന്നു, മറ്റുള്ളവർ വിടിവിക്കപ്പെടുന്നു. പക്ഷേ സ്വന്തം ജീവിതത്തിൽ നോക്കുമ്പോൾ നിനക്ക് പലപ്പോഴും അത് കൈപ്പായിരിക്കും. 3 വട്ടം ആ ശ്രേഷ്ഠനായ മനുഷ്യൻ പ്രാർത്ഥിച്ചു. 3 വട്ടം, റിമൂവ് ദിസ് തോൺ ഫ്രം മീ, എന്നിൽ നിന്ന് ഈ സ്തോത്രം, അതെ എന്തുവാ, അതെ ഈ ശൂലം നീക്കണമേ. സ്തോത്രം, തോൺ ഇൻ ദ ഫ്ലഷ്, എന്നിൽ നിന്ന് ഈ ശൂലം നീക്കണമേ. കാരണം പുള്ളി എവിടെ നിന്നാലും അവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. സ്തോത്രം, അവൻ ഏത് തെരുവിലൂടെ പോയാലും അടയാളങ്ങൾ സംഭവിക്കുകയാണ്. ദൈവം ഇറങ്ങി നടന്നാൽ എങ്ങനെ എന്തൊക്കെ നടക്കും, അതുപോലെ ഈ മനുഷ്യനെ ദൈവം ഉപയോഗിക്കുക. അവൻ വാ തുറന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ രാജാവ് പോലും പറയും, ഞാൻ ക്രിസ്ത്യാനിയാകാൻ പോവുകയാണ്. അതായിരുന്നു പൗലോസ് ചുമന്നതായ അഭിഷേകത്തിന്റെ പ്രത്യേകത. പക്ഷേ അവൻ 2ാം ലൂസിഫർ ആകാതിരിപ്പാൻ, നിങ്ങൾക്ക് മനസ്സിലായില്ല, അവൻ 2ാം ലൂസിഫർ ആകാതിരിപ്പാൻ, അവൻ നിഗളിച്ചു പോകാതിരിപ്പാൻ, അവന് ജഡത്തിൽ കുത്തുവാൻ ഒരു ശൂലമുണ്ടായിരുന്നു. മൂരുണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ മൂരുണ്ടായിരിക്കും. പക്ഷേ ആ കൃപ തന്ന് നിന്നെ മറച്ച്, ഓ കമോൺ, കൃപ തന്ന് ആരെയോ ഇന്ന് രാത്രി കർത്താവ് മറക്കുന്നു. കൃപ തന്ന് മറച്ച് ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഇന്നും സ്തോത്രം പ്രവചന ശുശ്രൂഷകളുണ്ട്. ഈ പുൽപ്പെട്ടിൽ നിന്ന് മിക്കവാറും നാം കേൾക്കുന്നതായ ഒട്ടുമിക്കവാറും സ്തോത്രം ദൂതുകളും പ്രൊഫറ്റിക് മെസ്സേജസ് ആണ്. ദൈവം സംസാരിക്കുന്ന മെസ്സേജസ് ആണ്. തിങ്കൾ മുതൽ ശനി വരെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നതായ ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കും മിക്കവാറും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്തോത്രം അത് ഉത്തരമായി നിങ്ങൾ പ്രാപിക്കുന്നത്. ആ പ്രോസസ് ദൈവകൃപയാൽ വീണ്ടും തുടരുമാറാകട്ടെ. സ്തോത്രം. പുതിയ നിയമത്തിൽ നിങ്ങൾ വ്യക്തികളോട് അതെ പ്രവചിച്ചാലും, കുടുംബങ്ങളോട് പ്രവചിച്ചാലും, സഭകളോട് പ്രവചിച്ചാൽ, ഗ്രാമങ്ങളോട് പ്രവചിച്ചാൽ, പട്ടണങ്ങളോട് പ്രവചിച്ചാൽ, സ്തോത്രം അതെ രാജ്യങ്ങളോട് പ്രവചിച്ചാൽ, ന്യൂ ടെസ്റ്റ്മെന്റ് പ്രൊഫസിക്ക്, പുതിയ നിയമത്തിൽ പ്രവചനത്തിന് 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും മറക്കല്ല. സ്തോത്രം. ഈ 3 കാര്യങ്ങൾ അതെ ഇല്ലയോ, സംതിങ് റോങ്. 3 കാര്യങ്ങൾ സ്തോത്രം പുതിയ നിയമത്തിലെ പ്രവചനങ്ങൾക്ക് ഉണ്ടായിരിക്കും. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 3-ാം വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 3-ാം വാക്യം കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നാമതായി, പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, പക്ഷെ പ്രവചിക്കുന്നവൻ മനുഷ്യനോട് സംസാരിക്കുന്നു. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എത്രത്തോളം ദൈവത്തോട് നീ സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ആത്മീയ മന്ദിരം പണിയപ്പെടുന്നു. ഞാൻ ആ പോയിന്റ് വീണ്ടും പറയും. ദൈവത്തോട് സംസാരിക്കുന്നവനെ മാത്രമേ ദൈവത്തിൽ നിന്ന് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവം എന്നോട് സംസാരിക്കണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ ആ പാരമ്പര്യ ഭൂതം അറബിക്കടലിൽ മുങ്ങിപ്പോകട്ടെ. നീ വാ തുറന്ന് സംസാരിക്കുമ്പോൾ അപ്പോഴാണ് സ്തോത്രം അതെ ദൈവം നിന്നോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് ആ പ്രവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തോട് അധരം തുറന്ന് സംസാരിച്ചാണ്. ഹല്ലേലൂയ. ഒരു ഫുട്ബോൾ മാച്ച് വീട്ടിലിരുന്ന് 2:30 മണിക്ക് കാണുകയാണ്. സൗത്ത് അമേരിക്കയിൽ കളി നടക്കുന്നതെന്ന് വിചാരിച്ചോ. ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. സ്തോത്രം. അതെ ബ്രസീലിൻ്റെ നായകൻ അല്ലെങ്കിൽ ബ്രസീലിൻ്റെ ഏറ്റവും നല്ല സ്റ്റാർ കളിക്കാരൻ നെയ്മർ ഒരു വശത്ത്, മറുവശത്ത് സ്തോത്രം അതെ മെസ്സി നയിക്കുന്ന അർജൻറ്റീന മറുവശത്ത്. സ്തോത്രം. കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ നീ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്തെന്നിരിക്കട്ടെ. അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്ത് കളി കണ്ടിട്ടിരിക്കുകയാണ്. കളി കണ്ടിട്ടിരുന്നപ്പോൾ സ്തോത്രം അറിഞ്ഞോ അറിയാതെയോ മെസ്സി ആ പന്തടിച്ചു. അത് 2 കമ്പുകളുടെ ഇടയിലൂടെ അങ്ങ് ദൂരെ സൗത്ത് അമേരിക്കയിൽ 2 കമ്പുകളുടെ ഇടയിലൂടെ അകത്തേക്ക് കയറി. 2 കമ്പുകളുടെ, നിങ്ങൾ അതിന് ഗോൾ മുഖം എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. 2 കമ്പുകളുടെ ഇടയിലൂടെ ഒരു പന്ത്, ഇവിടെയല്ല, ഈ പഞ്ചായത്തിലല്ല, ഈ ജില്ലയിലല്ല, ഈ സ്റ്റേറ്റിലല്ല, ഈ രാജ്യത്തിലല്ല, അങ്ങ് ദൂരെ 2 കമ്പുകളുടെ ഇടയിലൂടെ ഒരു സ്തോത്രം ആ പന്ത് അകത്തേക്ക് പോയപ്പോൾ രാത്രി 2:30 മണിക്ക് പഞ്ചായത്ത് മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു, ഗോൾ! നാട് നടുങ്ങി. എന്താ ഈ ഗോൾ? 2 പന്തുകളുടെ നടുവിലൂടെ
രണ്ട് കമ്പുകളുടെ ഇടയിലൂടെ ഒരു പന്തകത്ത് കയറിയപ്പോ എല്ലാം മറന്ന ഗോൾ എന്ന് പറയുന്നെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ അകത്ത് വന്നാൽ നീ എന്തുകൊണ്ട് കൈയടിച്ചില്ലെന്നല്ല എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഈയാം പാറ്റ പോലെ നീ പറക്കുന്നില്ല? ഹല്ലേലൂയ. ദൈവത്തോട് നീ സംസാരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുന്നു. അങ്ങനെ ദൈവം സംസാരിക്കുന്ന ആ ദൂതിൽ, ആ പ്രവചനത്തിൽ 3 ഘടകങ്ങളാണുള്ളത്: സ്പിരിച്വൽ എഡിഫിക്കേഷൻ, എക്സോർട്ടേഷൻ ആൻഡ് കൺസലേഷൻ. ആത്മീയ വർധനവിന്, പ്രബോധനത്തിന്, ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഇന്ന് രാത്രി ഈ സ്തോത്രം ഹാളിനകത്തുള്ളവരോട് മാത്രമല്ല പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുന്നത്. നീ പ്രവചിക്കുമ്പോൾ സംഭവിക്കുന്നതായ സ്തോത്രം ഒന്നാമത്തെ കാര്യം എഡിഫിക്കേഷൻ നടക്കുന്നു. സ്തോത്രം ആത്മീയ വർധനവ്. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, ആത്മീയ വർധനവ്. ആത്മീയ വർധനവ്, എഡിഫിക്കേഷൻ എന്നതിന് സ്തോത്രം, അതെ, ഗ്രീക്കിൽ പറയുന്ന പേരിതാണ് ഒക്കട്ടോമേ. സ്തോത്രം, ആത്മീയ വർധനവ് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ വേറൊരു മീനിങ് ഇതാണ്, ബിൽഡപ്പ്. ഒരു കെട്ടിടം പണിക്കുന്നത് പോലെ ബിൽഡപ്പ്. ദൈവത്തിന്റെ കൃപയാൽ ഒരു പ്രവാചകൻ നിന്നോട് ദൂത് പറയുമ്പോൾ നിനക്ക് എന്താണോ ഇല്ലാത്തത്, ഏതാണോ നിന്റെ ലൈഫിൽ അപ്രത്യക്ഷമായിരിക്കുന്നത്, അത് പണിത പരിശുദ്ധാത്മാവ് ഉയർത്തുകയാണ്. ഒരു പ്രവചന ദൂത് കേൾക്കുമ്പോൾ വന്നതുപോലെയല്ല ആ ദൈവദാസന്റെ മുൻപിൽ സഭയിൽ നിന്ന് നിനക്ക് മടങ്ങുവാൻ കഴിയാത്തത്, ഇല്ലാത്തത് ദൈവം നിന്റെ ലൈഫിൽ പണിതിരിക്കും. കൈയടിക്കുന്ന നേരെ കൈയടിക്ക്. ദൈവം എന്റെ കർത്താവ് നാസറേത്തിലെ ആശാരി സ്തോത്രം ഉള്ളതിനെ പൊളിച്ചിട്ട് നാമാവശേഷമാക്കി വിരൂപമാക്കി പോകുന്നവനല്ല, അവൻ മനോഹരമായി നിന്റെ ലൈഫിനെ പണിയുന്നവനാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ വൈരൂപ്യങ്ങളും ഇന്ന് രാത്രി വിട്ടുപോകട്ടെ, എല്ലാ വിരൂപതകളും മാറിപ്പോകട്ടെ. അവനുണ്ടായിരുന്നു പൊളിഞ്ഞു പോയി, ആ ചർച്ച ഉണ്ടായിരുന്നു പൊളിഞ്ഞു പോയി. നോ വേ ഇൻ ജീസസ് നെയിം. ആണിപ്പടുത്തുള്ളതായ ഒരു കരം ഇന്ന് രാത്രി നിന്നെ പണിയുന്നു. കമോൺ, വിശ്വസിക്കുന്നവരുടെ ശബ്ദം ഉയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചേ. ബിൽഡപ്പ്. ദൈവം തന്നെ പണിയുകയാണ്. ഒരു മന്ത്രവാദിക്കും പൊളിക്കുവാൻ കഴിയാത്ത, ഒരു ആഭിചാരകന്മാർക്കും പൊളിക്കുവാൻ കഴിയാത്ത, ഒരു അപവാദത്തിന് ഒരു ലോബികൾക്കും പൊളിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിന്നെ പണിയുന്നു. കാരണം പണിക്കുന്നത് കൗൺസിലല്ല, കമ്മിറ്റിയല്ല, കർത്താവ് നിന്നെ പണിയുന്നു. ഇന്ന് രാത്രി മുതൽ സംഭവിക്കുകയാണ്. ഇല്ലാത്തത് പലതും നിന്റെ ലൈഫിൽ ഉളവാകുന്നു. നീ സർപ്രൈസ് ആക്കാൻ പോകുന്നു, നീ അമ്പരക്കാൻ പോകുകയാണ്. എഡിഫിക്കേഷൻ, സ്തോത്രം, ബിൽഡ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11-12 വാക്യം. 5-fold മിനിസ്ട്രി കർത്താവ് നൽകിയിരിക്കുന്നത് ചർച്ചിനെ പണിവാൻ വേണ്ടിയാണ്. അത് അപ്പോസ്തലനാകട്ടെ, പ്രവാചകനാകട്ടെ, സുവിശേഷകനാകട്ടെ, ഉപദേഷ്ടാവാകട്ടെ, ഒരുവൻ സ്തോത്രം ചർച്ചിൽ വരുന്നത് അവനെ പണിവാനാണ്. ദൈവസഭയെ പണിത് ഉയർത്തുവാനാണ്. കമാൺ, വിയർപ്പൊഴുക്കാം, കണ്ണുനീരൊഴുക്കാം, പണമൊഴുക്കാം. വിയർപ്പൊഴുക്കാം, കണ്ണുനീരൊഴുക്കാം, പണമൊഴുക്കാം. എന്തിനു വേണ്ടി? ഒരു യുദ്ധങ്ങൾക്കും ഒരു ശിഷ്യങ്ങൾക്കും പൊളിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവസഭ പണിവാൻ. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, എന്നെ പണിയണമേ. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം സ്തോത്രം, അതിൻ്റെ 14-31 കൂടെ നോക്കി. 1 കൊരിന്ത്യർ 14-31. 1 കൊരിന്ത്യർ 14-31. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ. നിങ്ങളെല്ലാവരും പ്രവചിക്കാമല്ലോ. എൻ്റെ 5-ാം വാക്യം നോക്കിയേ. 14-5 നോക്കിയേ. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവചിക്കാമല്ലോ. 14-5. സ്തോത്രം. 14-5. 1 കൊരിന്ത്യർ 14-5. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം, വിശേഷാൽ പ്രവചിക്കണം. എല്ലാവരും പറഞ്ഞാട്ടെ, എല്ലാവരും.
ആ എല്ലാവരുടെ സ്തോത്രം ഗ്രീക്കിൻ്റെയും ഹീബ്രുവിൻ്റെയും ലാറ്റിൻ്റെയും അർത്ഥം പറഞ്ഞു തരാം. എഴുതിക്കോ പെട്ടെന്ന്. എല്ലാവരുടെ സ്തോത്രം. എല്ലാവരും പേനയെടുത്ത് ഗ്രീക്ക്, ഹീബ്രു, ലാറ്റിൻ, ഇംഗ്ലീഷ്, തമിഴ്, സാൻസ്ക്രിറ്റ്, ഏത് ഭാഷയിൽ നോക്കിയാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ സിംപ്ലി എല്ലാവരും. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും. യഹോവയുടെ ജനം ഒക്കെയുമെന്ന് പണ്ട് മോശ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ഞായറാഴ്ച സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കയറുന്ന ദൈവസഭകൾ കടന്നു വരുന്ന സകല ജനവും ദൈവ ശബ്ദമായി തീരട്ടെ, പ്രവചിക്കട്ടെ. അല്ലാതെ എൻ്റെ പാസ്റ്റർ പ്രവചിക്കും, പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ. സഭയിൽ ഒരൊറ്റ സൂപ്പർ സ്റ്റാറേ ഉള്ളൂ, അവന്റെ പേര് കർത്താതി കർത്താവായ യേശു. പാസ്റ്റർ ഗ്ലാമറിലല്ല ചർച്ച് പണിക്കുന്നത്, കർത്താവിന്റെ ഗ്ലോറിയിലാണ് സഭ പണിക്കുന്നത്. കണ്ണുനീരൊഴുക്കി വില കൊടുത്ത് ദൈവസഭ പണിയ ചെത്താനല്ല, കണ്ണുനീരൊഴുക്കി വില കൊടുത്ത്. ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കട്ടെ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, എനിക്ക് കിട്ടിയതേ ഉള്ളൂ. കൂടെ കൂടെ അമേരിക്കയിൽ പോകുന്നു. അപ്പോൾ സ്ഥലത്തുള്ളത് കൊണ്ട് ഞാൻ അപ്പോസ്തലനായി. എടാ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് നിനക്ക് എന്തെങ്കിലും തട്ടുപാടുണ്ടായോ? നിനക്ക് എന്തെങ്കിലും കിട്ടിയല്ല? എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ പൗലോസ് പറയുന്നു, എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ചൂടടയാളം ഞാൻ വെച്ചിരിക്കുന്നു. ചൂടടയാളം വെച്ചിരിക്കുന്നു. ചൂടടയാളം കേക്ക്. ചെറുക്കൊന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല, ചെറുക്കിതൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് തേജസ്സിൻ്റെ സുവിശേഷം. ഞാൻ പറയുന്നത് കച്ചവട സുവിശേഷമല്ല, തേജസ്സിൻ്റെ സുവിശേഷം. ഒരു ദിവസം നിന്റെ അന്യഭാഷ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ആ റൂമിൽ തൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി തൻ്റെ ആത്മാവിനെ എടുത്തു സ്വർഗത്തിലേക്ക് കടന്നുപോയി. ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ പല കാര്യങ്ങൾ, അനേക കാര്യങ്ങൾ താൻ കണ്ടു. അപ്പോൾ ഇതാ ഒരു മനുഷ്യൻ വരികയാണ്, ഉള്ളുകൂനി, ഉയരം കുറഞ്ഞ് കഷണ്ടി തലയനായ ഒരു മനുഷ്യൻ. ശരീരം മുഴുവൻ പാടുകളാണ്, ശരീരം മുഴുവൻ സ്കാർസാണ്, ശരീരം മുഴുവൻ സ്തോത്രം മുറിവുകളാണ്, അല്ലെങ്കിൽ സ്തോത്രം പാടുകളാണ്. യേശു കർത്താവിനോട് ചോദിച്ചു, ബാക്കി എല്ലാവർക്കും തേജസ്സിൻ്റെ ശരീരം ഉണ്ടല്ലോ, ഈ മനുഷ്യന് മാത്രം ഇത്രയും മുറിവുകൾ വന്നിരിക്കുന്നു, അവൻ എന്തോ കുഴപ്പമുണ്ട്, അവൻ ആരാണ്? കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഹീ ഈസ് സെന്റ് പോൾ. അവനാണ് വിശുദ്ധനായ പൗലോസ്. എന്താ കർത്താവേ ഇപ്പോഴും അവൻ്റെ പാടിനെ നീ ഇങ്ങനെ റിമെയിൻ ചെയ്തിരിക്കുന്നത്? എന്തിനാ ഇപ്പോഴും സ്തോത്രം ഇങ്ങനെ വച്ചിരിക്കുന്നത്? കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ലെറ്റ് ദ ചർച്ച്, സഭ വന്ന് കാണട്ടെ. അവൻ ചർച്ചിന് വേണ്ടി എത്ര കഷ്ടം അനുഭവിച്ചു എന്ന് ദൈവസഭ വന്ന് കാണട്ടെ. ഒരു ദിവസം നിങ്ങൾ കാണും സ്തോത്രം ആൻഡ് സ്കാർസ്. യേശു കർത്താവ് വീണ്ടും ആ ഭക്തനായ മനുഷ്യനോട് ഇപ്രകാരം പറഞ്ഞു, ഹിസ് സ്കാർസ് ആർ ഹിസ് സ്റ്റാർസ്. His scars are his stars. സുവിശേഷത്തിൻ്റെ മുറിവേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സുവിശേഷത്തിൻ്റെ തകർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, സ്തോത്രം, നിന്റെ മുറിവുകൾ അത് ഓരോന്നും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ അതേ സ്തോത്രം യൂണിഫോമിൽ സ്റ്റാറുകൾ ഉള്ളതുപോലെ മുറിവേറ്റവരെ, നുറുങ്ങിയവരെ, വേദനിച്ചവരെ, നിന്ദിക്കപ്പെട്ടവരെ, അപവാദത്തിലൂടെ കടന്നുപോയവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ, യുവർ സ്കാർസ് ആർ യുവർ സ്റ്റാർസ്. അപമാനിക്കുന്ന ലോകത്തിൽ, അവഹേളിക്കുന്ന ലോകത്തിൽ നിന്നെ മാനിക്കുന്നത് ലോക്കൽ പഞ്ചായത്തല്ല, സ്വർഗത്തിലെ ദൈവമന്ത്രേ. ബിൽഡപ്പ്, ആത്മീയ വർധനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് പ്രവചനം. വീണ്ടും സെക്കൻഡ് തിങ്, 1 കൊരിന്ത്യർ ലേഖനം 14-3 വേദപുസ്തകം പറയുന്നു, എക്സോർട്ടേഷൻ. സ്തോത്രം, അതെ, പ്രബോധനത്തിന്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, പ്രബോധനത്തിന്. പ്രബോധനത്തിന് സ്തോത്രം. പ്രബോധനം എന്താണ്? പ്രബോധനം, എക്സോർട്ടേഷൻ എന്ന സ്തോത്രം എഴുതിയിരിക്കുന്നത് ഗ്രീക്കിൽ ആ പദത്തിൻ്റെ പേര് പാരക്ലേസസ്. പാരക്ലേസസ് എന്ന പദത്തിനർത്ഥം എന്താണ്? കേൾക്കണം. എൻകറേജ് ചെയ്യുക, ബ്ലസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഉത്സാഹിപ്പിക്കുക. ബൈബിൾ വായിക്കുന്നോ? കുറച്ചുകൂടെ നന്നായി വായിക്ക്. കൈയടിക്കുന്നോ? നന്നായി ആരാധിക്ക്. സ്തോത്രം, ദൈവവേല ചെയ്യുന്നു, കുറച്ചുകൂടെ നന്നായി സ്തോത്രം, ദൈവകൃപയെ മുന്നോട്ട് പോ. അതെ, മറ്റുള്ളവരെ അനുഗ്രഹിച്ച് സംസാരിക്കുന്നു. അതാണ് പ്രവചനത്തിൽ രണ്ടാമതുള്ളത്. നിന്റെ ശവപ്പെട്ടി പൊങ്ങുന്നു എന്നല്ല, നീ ചത്തുപോകുമെന്നല്ല, നീ തൊലയുമെന്നല്ല.
സ്തോത്രം. തോലുരിക്കുന്നു, നുറുക്കുന്നു, റോഡിൽ ചെതറിക്കിടക്കുന്നു, മഴ പെയ്ത് രക്തം പോകുന്നു. മമ്മദിന്റെ ബിരിയാണി അല്ല പ്രവചനം. Come on, talk to me. മനസ്സിലായോ? നിന്നെ ബിരിയാണിയായി നുറുക്കുന്നതല്ല പ്രവചനം, നിന്നെ പണിത് ഉറപ്പിക്കുന്നതാണ് പ്രവചനം. ദൈവദാസന്മാർ എന്ന് പറയുന്നവർ, സഭയിലിരിക്കുന്ന അഭിഷേകം നഷ്ടപ്പെട്ട ശൗലന്മാർ, ഭൂതബാധിതർ, മാനസിക രോഗികൾ, നിങ്ങൾക്കെതിരെ നെഗറ്റീവായി സംസാരിച്ച ശബ്ദം കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. നിങ്ങൾക്കെതിരെ നെഗറ്റീവായി ശബ്ദം കേട്ടവർ ധൈര്യമായി ബോജൻ ഉൾപ്പെടെ സ്തോത്രം കരങ്ങളെ ഉയർത്തിയാട്ടെ. Come on, in the name of Jesus, in the name of Jesus, in the name of Jesus. ഈ മുന്നിലിരിക്കുന്ന കുട്ടികൾ സ്തോത്രം നന്നായി കരങ്ങളെ ഉയർത്തിയാട്ടെ. മുന്നിലിരിക്കുന്ന കുട്ടികൾ അതെ ആരെങ്കിലും ശംഖുമുഖം ബീച്ചിൽ പോയി ആ മണലിൽ എഴുതും കടലമ്മ കള്ളി എന്ന് എഴുതിയിട്ട് തിരിയുമ്പോൾ ഒരു തിരമാല വന്നതിനെ ക്യാൻസൽ ചെയ്യുന്നത് പോലെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം ആ പൈശാചിക അജണ്ടയെ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുന്നു. ആ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കമാൺ സ്തോത്രം അതെ അത് കണ്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് വിട്ടാതെ ക്യാൻസൽ 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 ക്യാൻസൽ. നിങ്ങൾ ഇന്ത്യയിൽ ഇരുന്ന് കേട്ടാലും US ഇരുന്ന് കേട്ടാലും ക്യാൻസൽ ക്യാൻസൽ. എല്ലാ നെഗറ്റീവ് റിപ്പോർട്ടുകൾ ക്യാൻസൽ. എല്ലാ നെഗറ്റീവ് സ്വപ്നങ്ങൾ, നെഗറ്റീവ് വാക്കുകൾ, നെഗറ്റീവ് പ്രവചനങ്ങൾ, നെഗറ്റീവായ പറഞ്ഞത്, നിന്റെ അധികാരി പറഞ്ഞത്, നിന്റെ ടീച്ചർ പറഞ്ഞത്, ഈവൻ നിന്റെ പാരന്റ്സ് പറഞ്ഞത്, നിന്റെ പാസ്റ്റർ പറഞ്ഞത് നടക്കത്തില്ല കുട്ടി. Whom shall believe the report of the Lord? കരങ്ങളെ അടിച്ച് ഏറ്റെടുക്ക്. നിന്റെ ശബ്ദം എൻകറേജിന്റെ ശബ്ദമാകട്ടെ, ഉത്സാഹിപ്പിക്കുന്ന ശബ്ദമാകട്ടെ. 40 കിലോമീറ്റർ ഓടുന്നവനെ 60 കിലോമീറ്റർ ആക്കി ഓടിപ്പിക്കുന്ന ശബ്ദമാകട്ടെ നിന്റെ ശബ്ദം. ഹല്ലേലൂയ. നിന്റെ ശബ്ദം മറ്റുള്ളവനെ അനുഗ്രഹിക്കുന്ന ശബ്ദമാകട്ടെ. In the name of Jesus. നമ്മുടെ 3 പേരെ തൊട്ട് പറഞ്ഞാട്ട് അവിടെ തോളത്ത് പിടിച്ച സഹോദരന്മാരോട് പറഞ്ഞ നിങ്ങളൊരു അനുഗ്രഹമാണ്. പെട്ടെന്ന് പറ മക്കളെ, നിങ്ങളൊരു അനുഗ്രഹമാണ്. ഇൻ ജീസസ് നെയിം നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങൾ പിടിച്ചതായി ആ തോളിലുണ്ടല്ലോ സ്തോത്രം ക്യാൻസർ കയറത്തില്ല. ദൈവമില്ലാത്ത ഒരു ബേർഡൻ കയറത്തില്ല. ദൈവമില്ലാത്ത ഒരു പരിപാടി കയറത്തില്ല. ആ തോളത്തെ യാതൊരു തിന്മയും കയറത്തില്ല. In the name of Jesus. നീ വാഗ്ദത്തം മാത്രമേ ഈ തോളത്തെ ചുമക്കത്തുള്ളൂ. നീ അഭിഷേകവും ശുശ്രൂഷയും മാത്രമേ ഈ തോളത്തെ ചുമക്കത്തുള്ളൂ. ബിൽഡപ്പ്. ദൈവം നിന്നെ പണിയുകയാണ്. ആർക്കും പൊളിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ഇതുവരെ ഇന്ത്യൻ ചർച്ച് കണ്ടിട്ടില്ലാത്ത ഉയരത്തിൽ, ഇതുവരെ സ്തോത്രം അതേ കേരളം കണ്ടിട്ടില്ലാത്ത ക്രമത്തിൽ ദൈവം നിന്നെ പണിയുകയാണ്. ദൈവം നിന്നെ പണിയുകയാണ്. ദൈവം ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കുകയാണ്. ദൈവം നിന്നെ പണിയുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. വാര്യപുരം യോനാച്ചന്റെ നാട്ടിൽ ദൈവം നിന്നെ പണിയുന്നു. കൂടൽ കുഞ്ഞുകുഞ്ഞിന്റെ നാട്ടിൽ ദൈവം നിന്നെ പണിയുന്നു. ഹല്ലേലൂയ. ബത്തിച്ചറ യോനാച്ചന്റെ നാട്ടിൽ ഹല്ലേലൂയ. ഈ പ്രവചന അഭിഷേകത്തിന് മുൻപിൽ ദൈവം നിന്നെ പണിയുന്നു. പ്രവാചകന്മാരെ ഉപയോഗിച്ച കർത്താവ്. Yes, come on people. I sense the presence of God. I sense the presence of God. ആർക്കും പൊളിക്കുവാൻ കഴിയാത്ത ദൈവം നിന്നെ ഇതാ പണിയുകയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുകയാണ്. ദൈവം നിന്നെ എൻകറേജ് ചെയ്യുകയാണ്. ആത്മീയവർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി സംസാരിക്കുന്നു. ആശ്വാസം, കംഫർട്ട്. ഗ്രീക്കിൽ ആ പദം ഇതാണ്, പരമൂത്തിയ. സ്തോത്രം. പരമൂത്തിയ എന്ന് പറഞ്ഞാൽ സ്തോത്രം ആശ്വസിപ്പിക്കുന്നു. ആരെപ്പോലെ നിങ്ങൾക്കറിയാം? ഒരമ്മയെ പോലെ. പ്രാണൻ ചൂടായി തകർന്ന് വേദനിച്ച്
നിലവിളിച്ച ചത്താ മതി, തീർന്നാൽ മതി, ചത്താ മതി, തീർന്നാൽ മതി. ഇന്ന് ലൈഫ് മുരടിച്ചിരിക്കുമ്പോൾ പരമോത്തിയ ഇല്ല മോനെ, തുടങ്ങിയിട്ട് പോലുമില്ല. തീർന്നു എന്ന് പറയുന്നതല്ല, ഇന്ന് രാത്രി ഇതാ ആരംഭിക്കുന്നു. തീർന്നു എന്ന് പറഞ്ഞ സകലതല്ല, ഇന്ന് രാത്രി ആരംഭിക്കുന്നു. ഇന്ന് രാത്രി ഒരു ഇനാഗുറൽ സർവീസ് ആരുടെയോ ജീവിതത്തിൽ കർത്താവ് ചെയ്യുകയാണ്. ദുഷ്ടൻ പൂട്ടിയതെല്ലാം സ്തോത്രം നിന്റെ ജീവിതത്തിൽ കർത്താവ് തുറക്കുകയാണ്. താങ്ക് യു ജീസസ്. ഏതോ ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ, ഏതോ ഗുണം കമാൻ എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ. പഠിക്കട്ടെ. നീതി കരങ്ങളെ ഉയർത്തി. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. One more time. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ. പറഞ്ഞേ. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു. ചോദിച്ചേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാട. 100% സമർപ്പണത്തോടെ കരങ്ങളെ ഉയർത്തി. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാം. ഹൗ ദീസ് ഓപ്പറേറ്റ്. ഇന്ന് രാത്രി മുതൽ എങ്ങനെയാണ് നീ ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇന്ന് രാത്രി മുതൽ നീ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു, നിന്റെ ചെവി തുറന്നിരിക്കുന്നു, നിന്റെ ആധരം തുറക്കുന്നു. കാണേണ്ടത് നീ കാണും, കേൾക്കേണ്ടത് ദൈവകൃപയാൽ നീ കേൾക്കും, പറയേണ്ടത് പോലെ നീ പറയും. ഫിലിപ്പോസിന്റെ വീട്ടിൽ പൗലോസ് ഇരിക്കുമ്പോൾ, ഫിലിപ്പോസിന്റെ വീട്ടിൽ പൗലോസ് തന്റെ ടീമുമായിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ കയറി ചെന്നു. അവന്റെ പേരാണ് അഗമാസ്. പൗലോസിന്റെ അരക്കച്ചയെടുത്ത് സ്തോത്രം അവരിതാ കെട്ടി. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ ഇതുപോലെ യഹൂദന്മാർ കെട്ടി ജാതികളെ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന. സഭ മുഴുവൻ സ്തോത്രം കരയാൻ തുടങ്ങി, നാച്ചുറലി. പക്ഷേ ദൈവകൃപയാൽ സഭ ഇന്ന് രാത്രി കേൾക്കട്ടെ. We won't pray for the perfect permissive will of God.
നമ്മൾ ഒരിക്കലും പെർമിസീവിലിന് വേണ്ടി, അനുവദനീയമായ ദൈവഹിതത്തിന് വേണ്ടിയല്ല നിൽക്കുന്നത്. നമ്മൾ നിൽക്കേണ്ടത് പൂർണ്ണ ദൈവഹിതത്തിന് വേണ്ടിയാണ്. We will fight, always fight for the perfect will of God. പൂർണ്ണഹിതത്തിന് വേണ്ടി. അഗബാസ് പറഞ്ഞത്, ഈ മനുഷ്യനെ ഇതുപോലെ അവന്റെ അരക്കച്ച എടുത്ത് കെട്ടി ജാതികളെ കയ്യിൽ യഹൂദന്മാർ ഏൽപ്പിക്കുന്നു. പക്ഷേ അഗബാസ് സാറി തെറ്റിപ്പോയി. 21-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാട്ടെ. കഴിഞ്ഞ സെഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. സ്തോത്രം, അവൻ കണ്ടത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ അവൻ സ്തോത്രം പറഞ്ഞത് തെറ്റിപ്പോയി. അവൻ കണ്ടത് ശരിയായിരുന്നു. ദൈവം ഒത്തിരി കാര്യം ഇന്ന് രാത്രി മുതൽ നിങ്ങളോട് കാണിക്കും. ഞാൻ വിളിച്ചു പറയട്ടെ, ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് കാര്യങ്ങൾ ഈ തലമുറയിൽ കണ്ടാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം തീരത്തുള്ളൂ. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവം നിങ്ങളെ കാണിപ്പാൻ വേണ്ടി പോകുന്നു. എന്നാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കാണേണ്ടത് പോലെ സ്തോത്രം, അതേ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ കാണും. പക്ഷേ പറയുന്നത് എക്സ്ട്രാ 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 കെയർഫുൾ ആയിരിക്കും. സ്തോത്രം. കാരണം അഗബാസ് കണ്ടത് കറക്റ്റാണ്, പക്ഷെ താൻ പറഞ്ഞത് മാറിപ്പോയി. സ്തോത്രം. യഹൂദന്മാരല്ല അവനെ ബന്ധിച്ചത്, അവന് ബന്ധിച്ചത് റോമക്കാരായിരുന്നു. യഹൂദന്മാരല്ല റോമക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത്. റോമക്കാർ ബന്ധിച്ച്, റോമക്കാർ ആ സ്റ്റെയറിലൂടെ, ആ പടിക്കെട്ടിലൂടെ ആ കുഞ്ഞു മനുഷ്യനാകുന്ന സ്തോത്രം പൗലോസ് പുള്ളിയെ പൊക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം കൂടുതൽ എക്സ്ട്രാ വെയിറ്റ് ഒന്നുമില്ല, ശരീരത്തിലുമില്ല, തലയിലുമില്ല. ചിലരുടെ അടുത്തടുക്കാൻ പറ്റത്തില്ല. രണ്ട് എല്ലാം ഒരു തലയോട്ടിയും. ഞാൻ വലിയ ദേവദാസൻ, ഞാൻ പുതിയ നിയമത്തിന്റെ ഏലിയാവ്. സംതിങ് റോങ്. എന്നെപ്പോലെ മന്ദബുദ്ധി വേറെ അടുത്തന്നില്ല. പൗലോസിന് സ്തോത്രം ബോഡി വെയിറ്റ് ഇല്ല, അതുപോലെ തലക്കനവുമില്ല. അതുകൊണ്ട് അവനെ പൊക്കി ആ സ്റ്റെയറിലൂടെ കൊണ്ടുപോയി. സ്തോത്രം. അഗബാസ് പറഞ്ഞതുപോലെയല്ല. ശ്രദ്ധയ്ക്ക് പോയിന്റ് ഇതാണ്. അഗബാസ് പറഞ്ഞത് തെറ്റിപ്പോയി. അഗബാസ് പറഞ്ഞത് യഹൂദന്മാർ ബന്ധിക്കും, ഇവിടെ ബന്ധിച്ചത് റോമക്കാരാണ്. സ്തോത്രം. യഹൂദന്മാർ ബന്ധിച്ച് ജാതികളെ ഏൽപ്പിക്കും. നോ, ഇവിടെ ഒരു ഏൽപ്പിക്കലുമില്ല. റോമക്കാർ ജാതികൾ തന്നെ ബന്ധിച്ച് അവനെ കൊണ്ടുപോയി. നിങ്ങൾ എന്നെ നോക്കിയിരിക്കുന്ന ഇതേ സീരിയസ്നെസ് ഞാൻ പറയട്ടെ. അഗബാസേ, രക്ഷപ്പെട്ടടാ. നീ പുതിയ നിയമത്തിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. നീ പുതിയ നിയമത്തിലായതുകൊണ്ട് രക്ഷപ്പെട്ടടാ അഗബാസേ. പഴയ നിയമത്തിലാണെങ്കിൽ ഈ ദൂത് തെറ്റിയാലുണ്ടല്ലോ, ആ പട്ടണത്തിന്റെ വാതിൽകൾ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൽക്കൂമ്പാരമാക്കി നിന്നെ കൊന്നുകളയുമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ സ്തോത്രം, കഴിഞ്ഞ സെഷനിൽ, ഈ സെഷനിൽ തന്നെ എന്തെല്ലാം തെറ്റുകളായിരിക്കാം വന്നത്. പക്ഷെ നമ്മൾ ചത്ത് വീഴാത്തത്, അല്ലെങ്കിൽ നമ്മൾ തൊലഞ്ഞു പോകാത്തത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റാൻ സാധ്യതയുള്ള ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വയത്തിൽ ഊന്നരുത്, കൃപയിൽ ആശ്രയിച്ച്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഇരുന്ന് അവൻ്റെ മേൽ ട്രാൻസായി ദൈവാത്മാവ് ഇറങ്ങി വന്ന് ഒഴുകുന്ന വെള്ളം പോലെ, കുതിച്ചു ചാടി ഒഴുകുന്ന ജലപ്രവാഹം പോലെ, വെള്ളച്ചാട്ടം പോലെ അവൻ പ്രവചിക്കും. അസിസ്റ്റന്റുമാർ അത് എഴുതും. ശ്രദ്ധയ്ക്ക് ഇതുവരെ കേട്ടിട്ടില്ല. അസിസ്റ്റന്റുമാർ എഴുതിയിട്ട് ചുരുളുകളാക്കി അവർ പ്രവാചകന്മാർ പറഞ്ഞതായ പ്രവചനത്തെ ചുരുളുകളാക്കി എവിടെ കൊണ്ടുപോയി വയ്ക്കുമെന്ന് അറിയോ? ലൈബ്രറിയിലല്ല, ദേവാലയത്തിൽ കൊണ്ടുപോയി വയ്ക്കും. അവൻ പറഞ്ഞ പ്രവചനത്തെ ദേവാലയത്തിൽ കൊണ്ടുപോയി വയ്ക്കും. ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. ഞാനങ്ങ് പറഞ്ഞു വിട്ടു. നോ, യു കനോട്ട് എസ്കേപ്പ്. നീ ദൈവത്തിന്റെ പ്രവാചകനെങ്കിൽ ഇത് സീരിയസ് ബിസിനസ് ആണ്. സ്തോത്രം. എഴുതിയ റെക്കോർഡ് ദേവാലയത്തിൽ കൊണ്ടുചെന്ന് വെച്ചു. ദേവാലയത്തിൽ കൊണ്ടുചെന്ന് വെച്ച് സ്തോത്രം അത് നിറവേറുന്നെങ്കിൽ പുരോഹിതന്മാർ, അതേ ദൈവജനം പറയും, യെസ്, ആ ദൂത് ദൈവത്തിൻ്റെതായിരുന്നു. ഇവൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ദൂതാണ്, ഇവൻ പ്രവാചകനാണ്. സെയിം ടൈം അത് നിറവേറുന്നില്ലെങ്കിൽ ആ എഴുതിയതായ ചുരുളുണ്ടല്ലോ, അത് കഷണമായി മുറിച്ച് തീയിലിട്ട് എരിച്ചു കളയും. ജനം സ്തോത്രം കോപാകൃതരായി അവനെ പൊക്കിയെടുത്ത് പട്ടണവാതിൽക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നുകളയാ. അതുകൊണ്ട് ഞാനത് എന്തുകൊണ്ടാണ് ആ പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്, എന്തുകൊണ്ടാണ് അതിൻ്റെ സ്തോത്രം അക്കാര്യം നിങ്ങൾ ഓർമ്മിപ്പിച്ചത്? നീ പറയുന്ന ഓരോ വാക്കും കൃത്യമായിരിക്കട്ടെ.
കൃത്യമായിരിക്കട്ടെ. കാണിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതെ, പക്ഷേ അത് വ്യാഖ്യാനിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് കണ്ട് പറയുമ്പോൾ ഊഹാഭോഗമല്ല പറയേണ്ടത്. ഊഹാഭോഗമാണോ? കൃത്യതയില്ലയോ? മിണ്ടിപ്പോകല്. സ്തോത്രം. 3 നില ചർച്ച്, 7 നില ചർച്ച്. സ്തോത്രം. നോ, കൃത്യതയില്ലെങ്കിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. നോ, തോന്നലുകളല്ല വേണ്ടിയത്. മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയല്ല വേണ്ടിയത്. തോന്നലുകളല്ല പറയേണ്ടത്, സാധ്യതകളല്ല പറയേണ്ടത്. സ്തോത്രം. കൃത്യമായിരിക്കട്ടെ. കാരണം കർത്താവ് സംസാരിക്കുമ്പോൾ ഉവ് എന്ന് ആയിരുന്നു. 2 കരങ്ങൾ ഉയർത്തി കേൾക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാടെ. സ്തോത്രം. അല്പം കൂടെ ഡീപ്പായി ഞാൻ പറയട്ടെ. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു എങ്ങനെയാണ് പ്രവചിക്കുന്നത്? എനിക്ക് മറ്റൊരാളുടെ അനുഭവം പറയാൻ അറിയത്തില്ല. എൻ്റെ അനുഭവം പ്രഥമമായി വളരെ കൃത്യമായി ആദ്യമായി ഞാൻ പറയട്ടെ. ഓൺലൈൻ ഉള്ളപ്പോൾ തന്നെ ഞാൻ ദൈവകൃപയാൽ പറയട്ടെ. പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ദൈവദാസനാണ് വാര്യവൻ യോനാച്ചൻ. എത്ര പേർ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ സ്തോത്രം അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്? കരങ്ങളെ ഉയർത്തിയാടെ. സ്തോത്രം. വാര്യവൻ യോനാച്ചൻ സന്തോഷപ്രദം മാത്രമേ ഉള്ളൂ. അദ്ദേഹം 1994 ഫെബ്രുവരി മാസത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. 1989 മുതൽ 89, 90, 91, 92 ആരംഭം വരെ ആൾമോസ്റ്റ് 3 വർഷം എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കാഞ്ഞിരക്കുളത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന റോബിൻ സാർ എന്നെ കൊണ്ടുപോയിരുന്നു. സ്തോത്രം. വാര്യവൻ യോനാച്ചൻ കുറിച്ച് ആ കുടുംബത്തിലുള്ളതായ ഒരു കുട്ടി, അവളിന്ന് വലിയൊരു ഡോക്ടറാണ്, ഷേബ. സ്തോത്രം. വാര്യവൻ യോനാച്ചനെ കുറിച്ച് സ്തോത്രം പറയുന്നത് വാടാചൂട അപ്പച്ചൻ. കാരണം പുള്ളിയുടെ അന്യഭാഷ അങ്ങനെയാണ്. പുള്ളിയുടെ ടാ തുടങ്ങിയാൽ ടായിലേ പിന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. 1/2 മണിക്കൂർ ടായായിരിക്കും. പിന്നെ അടുത്ത നായായാൽ നായായിരിക്കും. പിന്നെ അടുത്ത പായാണെങ്കിൽ പായായിരിക്കും. മീനിങ് സ്തോത്രം. അന്യഭാഷയെ വിമർശിക്കുകയല്ല, കുറ്റം പറയുകയല്ല. അതൊരു സുനാമി പോലെ, അതൊരു തിരമാല പോലെ. അമേസിങ്. ആ മനുഷ്യൻ കൊറിയക്കാരോട് കൊറിയയിൽ പ്രവചിച്ചു. സ്തോത്രം. അതാണ് പ്രവചനം. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. എല്ലാ ചൊവ്വാഴ്ചയുമാണ് അദ്ദേഹം വീട്ടിലുള്ളത്. ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ. രാവിലെ ഒരു 8 മണിയായപ്പോൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് സ്തോത്രം കരങ്ങളടിച്ച് ആരാധിക്കുകയാണ്. കരങ്ങളടിച്ച് ആരാധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാരിയമ്മ. തമിഴ്നാട്ടിൽ പഠിക്കുന്ന ഞാൻ പെട്ടെന്ന് കണ്ണൂർ നോക്കി, മനുഷ്യൻ എന്തിനാ തമിഴ്നാട്ടിൽ കിടക്കുന്ന ഭൂതങ്ങളെ വിളിക്കുന്നത്? മീനിങ് എന്തുകൊണ്ടാ മാരിയപ്പൻ മാരിയമ്മ തമിഴ് ചുവയുള്ളതായ ഈ പദം എന്തിനാ അദ്ദേഹം പറയുന്നത്? 5 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും മധുരയിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവ് ആ റൂമിൽ കയറി വന്നു. കാരണം അവർ ആ അന്തരീക്ഷത്തിൽ, അവർ ആ പ്രദേശത്ത് സ്തോത്രം വന്നപ്പോൾ തന്നെ ആ അന്ധകാര ശക്തിയെ വിവേചിച്ച് അതിന്മേൽ അദ്ദേഹം ജയമെടുത്ത്. ആത്മാക്കൾ വന്നതുപോലെയല്ല മടങ്ങേണ്ടത്. ആത്മാക്കൾ വരുന്നത് പോലെയല്ല മടങ്ങേണ്ടതെങ്കിൽ ആത്മമണ്ഡലത്തിൽ ജയമെടുത്ത് ശുശ്രൂഷിക്ക്. നിങ്ങൾ ചോദിക്കും, എങ്ങനെയാ പ്രവചിക്കുന്നത്? ശ്രദ്ധിക്കുക. This is the point. സ്തോത്രം. അന്യഭാഷകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ you will see the prophetic pictures. അന്യഭാഷകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവചന ചിത്രങ്ങൾ നിങ്ങൾ കാണും. ഇന്ന് രാത്രി മുതൽ പ്രവചന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ട് സ്തോത്രം അത് അന്യഭാഷ പറഞ്ഞു തന്നെ സൂക്ഷിച്ച് വ്യാഖ്യാനിക്കുന്ന. ഹല്ലേലൂയ. അന്യഭാഷകൾ നിങ്ങൾക്ക് പ്രവചന ചിത്രങ്ങൾ കാണും. നിങ്ങൾ 10ാം ക്ലാസ് 15 പ്രാവശ്യം തോറ്റവരായിരിക്കാം. നിന്റെ കുടുംബം ഒത്തിരി പൊളിഞ്ഞതായിരിക്കാം. നിന്റെ തറവാട് ചിതറിയതായിരിക്കാം. പക്ഷെ ദൈവം നിന്നെ മാനിക്കുന്നത് ഗ്ലാമർ കൊണ്ടല്ല, ഗ്ലോറി കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആത്മനിറവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വ്യക്തിക്കാകട്ടെ, ഒരു വിഷയത്തിനാകട്ടെ, ഒരു രാജ്യത്തിനാകട്ടെ, നിങ്ങൾ ആത്മനിറവിൽ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടവൻ ആമേൻ പറഞ്ഞാട്ടെ. പ്രവചന ചിത്രങ്ങൾ കണ്ടിട്ട് സ്തോത്രം. അഗബാസ് പറഞ്ഞപ്പോൾ അല്പം മാറിപ്പോയി. നോ, സ്തോത്രം അങ്ങനെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം. ആകാശവും ഭൂമിയും മാറിയാലും, പുല്ലുണങ്ങിയാലും, ഭൂമാടിയാലും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനമായി വ്യാഖ്യാനിച്ചു പറവാൻ കർത്താവ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കൃപ ചെയ്യട്ടെ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. പ്രവചന വരത്തിന് 2 മേഖലകളുണ്ട്. ഒന്ന് ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി, മറ്റൊന്ന് ഓഫീസ് ഓഫ് ദ പ്രോഫറ്റ്. സ്തോത്രം. അതേ, പ്രവചന വരവുമുണ്ട്, പ്രവചന ശുശ്രൂഷയുമുണ്ട്. പ്രവചന വരവുമുണ്ട്, പ്രവചന ശുശ്രൂഷയുമുണ്ട്. 5 മിനിറ്റ്. പ്രവചന വരവുമുണ്ട്, പ്രവചന ശുശ്രൂഷയുമുണ്ട്. സ്തോത്രം. കാറ് കിട്ടും, ആ കല്യാണം നടക്കും,
അതെ, സ്തോത്രം, മഞ്ഞ് പൊഴിക്കുന്ന ലഡാക്കിൽ നിന്റെ മക്കൾ അതേ പോയി സെറ്റിൽ ചെയ്യും. ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കും എന്ന് പറയുന്നത് പ്രവചന വരമാണ്. സ്തോത്രം, ആർക്കും പ്രവചന വരം ലഭിക്കും. നോക്കി എല്ലാ വാച്ചും നിന്ന് പോയി. എന്നെ നോക്ക്, നിങ്ങളുടെ വാച്ചിനേക്കാൾ സൗന്ദര്യം. ഓക്കെ, കമൺ, നോക്ക്. സ്തോത്രം, അതെ, പ്രവചന വരമുണ്ട്. ആർക്കും പ്രവചന വരം കിട്ടും. കേട്ടവർ ആമേൻ പറഞ്ഞേ. പക്ഷെ ഞാൻ വളരെ ശക്തമായി ഇന്ന് രാത്രിയിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ടിലേക്ക് അതേ കടന്നു വരട്ടെ. പ്രൊഫറ്റിക് ഓഫീസുണ്ട്, പ്രവചന ശുശ്രൂഷയുണ്ട്. എന്താ പ്രവചന ശുശ്രൂഷയുടെ പ്രത്യേകത? എഫെസ്യ ലേഖനം 4:11 അതാണ് പറയുന്നത്. ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ. എന്താ പ്രവാചന ശുശ്രൂഷയുടെ പ്രത്യേകത? സഭയെ മുന്നിലേക്ക് നയിക്കുന്ന ദൈവിക ദിശാബോധത്തിലേക്ക് ദൈവസഭയെ നയിക്കുന്നതാണ് പ്രവചന ശുശ്രൂഷ. കൈയടിക്കുന്നവർ നേരെ കരങ്ങളടിച്ച് സഭയെ, ഓരോ വ്യക്തികളെ, മുന്നിൽ വരുന്ന വ്യക്തികളെ, സ്തോത്രം, എന്നെന്നും ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുകയല്ല. സ്തോത്രം, ലൈഫിലെ പണിതെടുത്ത് ജീവിതങ്ങളെ, കുടുംബങ്ങളെ, വിശേഷിച്ച് കുഞ്ഞുങ്ങളെ പണിത് ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി, അടുത്ത കാലഘട്ടത്തിന് വേണ്ടി, അടുത്ത വർഷങ്ങൾക്ക് വേണ്ടി ദൈവകൃപയാൽ ദിശാബോധത്തോടെ മുന്നിലേക്ക് നയിക്കുന്ന സഭയെ, കിങ്ഡത്തെ, ദൈവരാജ്യത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ശുശ്രൂഷയാണ് സ്തോത്രം പ്രവചന ശുശ്രൂഷ. ഹല്ലേലൂയ. വാര്യവര യോനാച്ചൻ, മത്തിച്ചറ യോനാച്ചൻ, കൂടൽ കുഞ്ഞു എത്ര ദൈവദാസന്മാർ ഈ മണ്ണിൽ, പടവലങ്ങ പോലെയുള്ള ഈ ചെറിയ സംസ്ഥാനത്ത്, ഈ മണ്ണിൽ നാഷണലി ഇന്റർനാഷണലി പ്രൊഫറ്റിക് ഓഫീസ് സ്തോത്രം കൈകാര്യം ചെയ്തവരാണ്. ഇന്ന് രാത്രി മലയാളികൾ കേൾക്കട്ടെ, പിതാക്കന്മാർ മരിച്ചു, പുതപ്പ് മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. പിതാക്കന്മാർ മരിച്ചു, പക്ഷെ പുതപ്പ് മരിച്ചില്ല. എലീശായുടെ ആ നിലവിളി നോക്ക്, എന്റെ പിതാവേ, എന്റെ പിതാവേ. സോ ദാറ്റ് മീൻസ് ഒരു പ്രവാചകൻ പഴയ നിയമത്തിലുണ്ട് എങ്കിൽ സ്തോത്രം, ആ രാജ്യത്തിന്റെ തന്നെ ഒരു പിതാവായിരുന്നു ആ മനുഷ്യൻ. എഴുന്നേൽക്കട്ടെ. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് അപ്പോസ്തലൻ സ്തോത്രം പ്രവാചകനേക്കാൾ ഉയർന്നവനാണ്, മറക്കല്ല്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ജെനുവിൻ അപ്പോസ്തലൻ, അവൻ സ്തോത്രം പ്രവചന ശുശ്രൂഷ തനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. പ്രവചന ശുശ്രൂഷ തനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. In the name of Jesus. ഒരു യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ അവൻ വാക്കിൽ മാത്രമല്ല, അവൻ പ്രവൃത്തിയിലും ശക്തിയുള്ളവനാണ്. വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ശക്തിയുണ്ട്. ഇതെനിക്ക് സ്തോത്രം പറയാതിരിക്കാൻ പറ്റത്തില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ എലീശ ഇതാ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ ഇതാ ഒരു രാജാവ് കയറി വരികയാണ്. എലീശ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു രാജാവ് കയറി വരുന്നു. നോക്കിയേ, ആ കാലത്ത് എലീശ മരണഹേതുവായ രോഗം പിടിച്ചു കിടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ് തന്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് അവൻ കരയുന്നു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരാളികളുമായുള്ളവേ. എക്സാക്ട്ലി സെയിം പദം സ്തോത്രം എലീശ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞതാണ്. Oh, come on. Same പദം എലീശ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞു. ഏലിയാവ് പോയി, പുതപ്പ് എലീശയുടെ മേൽ വന്നു. 3-ാം തലമുറ വിളിച്ചു പറയുന്നു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരാളികളുമായുള്ളവേ. പിതാക്കന്മാരുടെ ദൈവം യങ്സ്റ്റേഴ്സ് കേൾക്ക്, ഇന്ന് രാത്രി നിന്റെ ദൈവമാണ്. 15-ാം വാക്യം, അടുത്ത വാക്യം നോക്കുമ്പോൾ സ്തോത്രം എലീശാവിനോട് അമ്പും വില്ലും എടുക്കാന്ന് പറഞ്ഞു. അവൻ അമ്പും വില്ലും എടുത്തു, ഒരു കിളിവാതിൽ തുറന്നു. ഇതാ സ്തോത്രം എയ്യുവാൻ പറഞ്ഞു. അവനിതാ പുറത്തേക്ക് ശത്രുവെ രാജ്യത്തിന്റെ ഡയറക്ഷനിലേക്ക് എയ്തു. ഉടനെ സ്തോത്രം അതേ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ജയാസ്ത്രം, അമേരിയർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. അർത്ഥം അതിന്റെ പേരാണ് പ്രൊഫറ്റിക് ആക്ട്, പ്രവചന ക്രിയ. നിന്റെ പ്രാർത്ഥന റൂമിൽ നീ എന്ത് ചെയ്യോ? കേട്ടില്ല, നിന്റെ പ്രാർത്ഥന റൂമിൽ നീ എന്ത് ചെയ്യോ അതായിരിക്കും അടുത്ത ദിവസങ്ങളിൽ സ്തോത്രം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നത്. ഹല്ലേലൂയ.
ജയാസ്ത്രം ചെയ്യട്ടെ, പ്രവചന ക്രിയകൾ വെളിപ്പെടട്ടെ, ലജ്ജിക്കാതെ ചെയ്താട്ടെ, ബുദ്ധി ഓഫ് ചെയ്ത് ആത്മാവിനെ ഓൺ ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് പ്രൊഫറ്റിക് ആക്ഷനുമായി ദൈവസഭ ഒരുക്കപ്പെടട്ടെ. അടുത്ത വാക്യം. നേരമില്ല, അമ്പ് മില്ലമെടുക്ക എന്നവൻ പറഞ്ഞു. അവൻ എടുത്തു നിലത്തടിക്കാന്ന് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. ഇസ്രായേൽ രാജാവ് 3 പ്രാവശ്യം അടിച്ചു നിർത്തി. അപ്പോഴേക്കും വൃദ്ധനായ മരിക്കാൻ കിടന്ന ക്ഷീണാവസ്ഥയിലായിരുന്ന എലീശ അവനോട് കോപിച്ചു. നീ 3 പ്രാവശ്യമല്ലേ അടിച്ചോളൂ, നീ 3 പ്രാവശ്യം ശത്രുവിനെ തോൽപ്പിക്കത്തുള്ളൂ. അർത്ഥം, നീ പ്രാർത്ഥനാ റൂമിൽ ജയിക്കുന്നവനാണെങ്കിൽ നീ എല്ലാ തലത്തിലും ജയിക്കുന്നവനാണ്. നീ 3 പ്രാവശ്യം അടിച്ചു, 3 പ്രാവശ്യമേ നീ അവനെ തോൽപ്പിക്കത്തുള്ളൂ. In the name of Jesus. Hallelujah. പ്രവാചകനാണോ? prophetic deed ഉണ്ട്, prophetic action ഉണ്ട്, prophetic action ഉണ്ട്. ശബ്ദം ഉയർത്തി പ്രവചന ക്രിയകൾ, പ്രവചന ക്രിയകൾ. യേശു കർത്താവ് 12 ശിഷ്യന്മാർ നോക്കിയിരിക്കെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി. യേശു അപ്പമെടുത്ത് വീഞ്ഞെടുത്ത് അടുത്ത് വെച്ച് വാഴ്ത്തി നുറുക്കി. അതൊരു പ്രവചന ക്രിയയാണ്. ഈ വിധത്തിൽ ഞാൻ തകർക്കപ്പെടും, ഇങ്ങനെ ഞാൻ രക്തമൊഴുക്കും, ഇങ്ങനെ ഞാൻ തകർക്കപ്പെടും, ഇങ്ങനെ ഞാൻ രക്തമൊഴുക്കും. ദൂത്, ഇങ്ങനെ ഞാൻ പാതാള ഗോപുരങ്ങളെ ജയിക്കും, ഇങ്ങനെ ഞാൻ പിശാചിന്റെ തലയെ തകർക്കും, ഇങ്ങനെ ഞാൻ അതെ എന്റെ പിതാവിന്റെ ഹിതത്തെ ഞാൻ നിറവേറ്റ്. Hallelujah. Hallelujah. Prophetic office. യേശുവിന്റെ നാമത്തിൽ ഈ തലസ്ഥാന നഗരിയിൽ ഇന്ന് രാത്രി കേട്ടിരിക്കെ ശബ്ദം ഉയർത്തി എഴുന്നേറ്റ് നിൽക്കുക. സ്തോത്രം. പ്രൊഫറ്റിക് ഓഫീസ് ഇന്ന് രാത്രി തുറക്കുമ്പോൾ, പ്രവാചന ശുശ്രൂഷയുടെ ഓഫീസുകൾ ഇന്ന് രാത്രി ഓരോ വീടുകളിൽ, ഓരോ വ്യക്തികളിൽ ദൈവകൃപയിൽ ആക്ടിവേറ്റ് ആക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടേ ആക്ടിവേറ്റ് ആക്കുമ്പോൾ കരങ്ങളെ ഉയർത്തി ആക്ടിവേറ്റ് ആക്കുമ്പോൾ സ്തോത്രം. അതെ, ഇന്ന് രാത്രി പ്രവചന ശുശ്രൂഷയുടെ ഓഫീസുകൾ ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ ആക്ടിവേറ്റ് ആകുമ്പോൾ ശത്രുവിന്റെ മണ്ഡലം സൈലന്റ് ആകട്ടെ.